സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. അനീഷ് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഇഷ്ടമുള്ള വിഷയം സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാന്റെ ആ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഞാൻ ഒരു ഏർപ്പെട്ടിരിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അത് പ്രധാനമായിട്ടും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം. ഞാൻ പലപ്പോഴും സത്സംഗങ്ങളിൽ പരസ്പരം പങ്കുവെക്കാറുള്ള ഒരു വിഷയം ഇതാണ്. നമുക്ക് ശ്രീരാമകൃഷ്ണദേവനെ അറിയാം, വിവേകാനന്ദ സ്വാമിയെ അറിയാം, മാതൃദേവിയെ അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ബ്രഹ്മാനന്ദ സ്വാമി, ആ കഥകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നത് നമ്മുടെ നാട്ടിലെ കാര്യമാണ്. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം എങ്ങനെയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സത്സംഗം വരെ വരുമ്പോൾ എന്തായിരുന്നു ഇതിന് പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ സംഭവിച്ചതെന്താണ്, അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം. പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രദക്ഷിണം. അതാണ് ഞാനിപ്പോൾ ഈ സത്സംഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എവിടുന്നാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണൻ എന്നുള്ള വാക്ക് മലയാളി എന്നാണ് ആദ്യമായിട്ട് കേട്ടത്, അതുമുതൽ ഇന്ന് വരെ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്, ഇതാണ് പ്രധാനമായിട്ടും ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വരുന്നതോടുകൂടിയാണ് അവിടെ മുതൽ നമുക്ക് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ചുവടുറപ്പ് 1892 സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. ഒരു ചരിത്രപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുക. 1892 സ്വാമിജി കേരളത്തിൽ വരുന്നു. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് തിരുവനന്തപുരം വരെ, പിന്നെ കന്യാകുമാരി വരെ എത്തുന്നു. ആ 92 സ്വാമിജിയുടെ വരവിന് ശേഷം അടുത്ത വർഷമാണ് ചിക്കാഗോയിലെ മതമഹാസമ്മേളനം നടക്കുന്നതും സ്വാമിജി അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു സന്ദർശനം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്യാസി വര്യന്, രാമേശ്വരത്തേക്ക് പോകേണ്ട സന്യാസി വര്യൻ എന്തുകൊണ്ടാണ് തൻ്റെ യാത്ര കേരളത്തിലേക്ക് വഴിതിരിച്ച് വിട്ടത്, അല്ലെങ്കിൽ ഷൊർണൂരിലേക്ക് വഴിതിരിച്ച് വിട്ടത് എന്ന് ആലോചിക്കുമ്പോൾ ആ വിശ്വമഹാസമ്മേളനത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അലയൊലികൾ ഇങ്ങ് കന്യാകുമാരി വരെ, അന്ന് കേരളം എന്ന് പറയുമ്പോൾ കന്യാകുമാരിയും കൂടെ ഉണ്ട്, അപ്പോൾ കന്യാകുമാരി വരെ എത്തണം എന്നുള്ളതാണ് ഭഗവാന്റെ നിശ്ചയം. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നരേന്ദ്രനെ കേരളത്തിലേക്ക് അയച്ചത് എന്ന് വേണം നമ്മൾ ആ സന്ദർശനത്തെ കാണാൻ. ഇപ്പോൾ ഷൊർണൂരിൽ തീവണ്ടി ഇറങ്ങി, അന്ന് കൊച്ചി ഭാഗത്തേക്ക് തീവണ്ടി ഇല്ലാത്തത് കൊണ്ട് പിന്നീട് കാളവണ്ടിയിലും ഒക്കെ കയറിയാണ് തൃശ്ശൂർ വന്നു. അവിടുന്ന് പിന്നെ കൊടുങ്ങല്ലൂർ വഴി ആണ് ആ സഞ്ചാരം തുടർന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ആ വിവേകാനന്ദ സ്വാമിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കതറിയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വാമിജിയെ കണ്ട ഒരാൾക്ക് എന്തോ ഒരു ആകർഷണം തോന്നി ഷൊർണൂരിൽ വെച്ച്. അപ്പോൾ അദ്ദേഹമാണ് ഭിക്ഷ നൽകിയത്. ആദ്യമായിട്ട് സ്വാമിജി കേരളത്തിൽ, അന്ന് കേരളം എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നുള്ള 3 ഭാഗമായിട്ട് നിൽക്കുന്നിടത്താണ്. അപ്പോൾ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരാളൊരു ഭിക്ഷ നൽകി, സ്വാമിജിയെ കണ്ടിട്ടുള്ള ആകർഷണം കൊണ്ട്. അപ്പോൾ കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ ഭിക്ഷയ്ക്ക് ചരിത്രത്തിലൊരു വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ആ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കും, ഈ ഭിക്ഷയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളത്. ആ ഭിക്ഷയുടെ വിശദാംശം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം.
ഇപ്പോൾ തൽക്കാലം നമ്മൾ ഷൊർണൂരിൽ നിന്ന് സ്വാമി തിരുവനന്തപുരം വരെയുള്ള സ്വാമിജിയുടെ യാത്ര അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് സ്വാമിജി വരുന്നത് പ്രൊഫസർ സുന്ദര രാമയ്യരുടെ അതിഥിയായിട്ടാണ്. സുന്ദര രാമയ്യരുടെ അതിഥി. അപ്പോൾ സ്വാമിജി അവിടെ വന്ന് ഇറങ്ങി അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത് പ്രൊഫസർ സുന്ദരരാമയ്യരുടെ അതിഥിയായിട്ട് വരുമ്പോൾ അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ 2 അനന്തരവന്മാരെ ആയിട്ടുള്ള 2 യുവരാജാക്കന്മാരുണ്ട്. അതിലൊരാളെ നമുക്ക് നന്നായിട്ടറിയാം, നമ്മുടെ ചിത്തിര തിരുനാൾ മഹാരാജാവ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അനുജൻ മാർത്താണ്ഡവർമ്മ ചിത്തിര തിരുനാളിന് ശേഷം മാർത്താണ്ഡവർമ്മയും ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ദേഹത്യാഗം ചെയ്തത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മുടെ ഇന്നത്തെ ആധുനിക കേരളത്തിന് നന്നായിട്ട് അറിയാം. ഈ 2 കുട്ടികൾ ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊഫസർ സുന്ദരരാമയ്യർ തിരുവിതാംകൂറിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ആ സുന്ദരരാമയ്യരുടെ അതിഥിയായിട്ടാണ് സ്വാമിജി കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മയ്ക്ക്, അതായത് നമ്മുടെ ചിത്രതിരുനാളിൻ്റെ അനുജൻ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ ഹോബി ഫോട്ടോഗ്രാഫിയാണെന്ന് നമുക്കറിയാം. കാര്യം നമ്മൾ ഇന്ന് കാണുന്ന ശബരിമലയുടെയൊക്കെ പഴയ ചിത്രം മാർത്താണ്ഡവർമ്മ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള വെട്ടിമുറിച്ച കോട്ടയിൽ നിന്ന് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു പുതിയ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിൽ മാർത്താണ്ഡവർമ്മ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോഗ്രാഫിൻ്റെയും ഒരു പ്രദർശനം അവിടെ ഇപ്പോൾ ഉണ്ട്. സ്ഥിരം പ്രദർശനശാല അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൽ വന്നപ്പോൾ ആദ്യമായിട്ട് സ്വാമിജിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കേരളത്തിലെത്തുന്ന സ്വാമിജിയുടെ ഒരു ഫോട്ടോ ലഭിക്കുന്നത്. ഇപ്പോഴും അതവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്വാമിജിയുടെ സന്ദർശനം നമുക്ക് ഈ ചരിത്ര രേഖകളിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. അവിടെയുള്ള ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ വരവിൻ്റെ ആ വരവിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്വാമിജി ഇവിടെ തിരുവിതാംകൂറിൽ വന്നിട്ട് അപ്പോൾ പണ്ഡിതരായിട്ടുള്ള ഈ സുന്ദരരാമയ്യർ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇദ്ദേഹം ബംഗാളിൽ നിന്ന് വന്നു എന്നുള്ള ഒറ്റ കാരണമാണ്. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബംഗാളിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഇവർ സ്വീകരിച്ചത്. അല്ലാതെ ഇത് വിവേകാനന്ദനാണെന്നോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നുള്ള വാക്ക് കേട്ടിട്ടേയില്ല. ബംഗാളിൽ നിന്ന് വരുന്ന യുവാവ് അല്ലെങ്കിൽ ഒരു യുവ സന്യാസി എന്ന് അവർ കരുതാൻ കാരണം, അല്ലെങ്കിൽ അതിന് കൊടുക്കാനുള്ള ഒരു വാല്യുവിൻ്റെ കാരണം ഇതൊന്നുമല്ല. ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന 2 പേര്, ഒന്ന് ബ്രഹ്മസമാജം എന്നും മറ്റൊന്ന് കേശവചന്ദ്രസേനൻ എന്നുമാണ്. കേശവചന്ദ്രസേനൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ ആ കാലത്ത് യുവാക്കളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വലിയ സോഷ്യൽ റിഫോർമറാണ് കേശവചന്ദ്രസേനൻ. കേശവചന്ദ്രസേനൻ മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരേ ഒരു സുഹൃത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാവുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്നുപയോഗിക്കാം, സുഹൃത്ത് എന്നുപയോഗിക്കാവുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണദേവന് കേശവചന്ദ്രസേനുമായിട്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്ത് വരുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അല്ല അവർക്കറിയാവുന്നത് കേശവചന്ദ്രസേനൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു യുവ സന്യാസി എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ സ്വീകരിച്ചതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അന്ന് സ്വാമിജി അവിടെയുള്ള വന്നിരുന്ന വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരുടെ ആ ഒരു കൂട്ടത്തോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കേശവചന്ദ്രസേനൻ എത്രയോ ചെറുതാണ്. കേശവചന്ദ്രസേനൻ്റെ എത്രയോ 100 ഇരട്ടി വലുപ്പം ആധ്യാത്മിക നഭസ്സിലുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് സ്വാമിജി പറഞ്ഞപ്പോൾ സത്യത്തിൽ അന്ന് അവിടെ കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് അങ്ങനെ ഒരു അറിവില്ലായിരുന്നു. ശരിക്കും സ്വാമിജിയിൽ നിന്നാണ് അങ്ങനെ ഒരു അറിവ് അവർക്ക് ആദ്യമായിട്ട് ലഭ്യമാകുന്നത്. അതാണ് ആ സ്വാമിജിയുടെ വരവിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ്. അതാണ്. എന്നിട്ട്
ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് പഠിക്കാൻ. നമുക്ക് ഇവിടം മുതലാണ് നമ്മളിത് പഠിക്കേണ്ടത്. അതായത് 1892 സ്വാമിജി ഇവിടെ വന്ന് ഈ വാക്കുച്ചരിച്ചുകൊണ്ട് തിരിച്ച് കന്യാകുമാരി വരെ പോയി, അവിടെ നിന്ന് ചിക്കാഗോ വരെ എത്തി. പിന്നീട് പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ള ആ ബൃഹത്തായ വാർത്ത അത് തിരുവിതാംകൂറുകാരും വായിക്കുന്നു. തങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ തവണ വന്നിരുന്ന ആ യുവ സന്യാസിയാണ് ഇന്ന് ചിക്കാഗോയിൽ ലോകമത സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ പേരും പെരുമയും നേടിയ ആ സ്വാമി വിവേകാനന്ദൻ എന്ന ബോധം തിരുവിതാംകൂറുകാരുടെ ഉള്ളിൽ വളരെ രൂഢമൂലമാകാൻ ചിക്കാഗോ പ്രസംഗം സാധ്യമായി എന്നുള്ളത് ഈ സന്ദർശനത്തിൻ്റെ വലിയൊരു റിഫ്ലക്ഷനാണെന്ന് നമുക്ക് കാണാം. സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത് വിദേശികളെ, അതായത് ലോകത്തിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ ലോകത്തിൻ്റെ മറ്റു വശങ്ങളിൽ ഉള്ളവരെ ആധ്യാത്മിക ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചത്. ഞാൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചില്ലായിരുന്നു എങ്കിൽ ഭാരതം എൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. അപ്പോൾ ഭാരതത്തിലുള്ളവർ കേൾക്കണം, അംഗീകരിക്കണം. അത് കേട്ട് ഈ ആധ്യാത്മിക പാതയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമിജി വിദേശത്തേക്ക് പോയത്. ആ തിരിച്ചുവരവാണ് നമുക്കറിയാം. സ്വാമിജിക്ക് ലഭ്യമായ സ്വീകരണത്തിൻ്റെ കഥ വിവേകാനന്ദ സ്വാമിയുടെ ജീവചരിത്രം വായിക്കുന്നത് നമുക്കത് ബോധ്യപ്പെടും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ വീണ്ടും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. പിന്നീട് തിരുവിതാംകൂറിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവ് പകർന്നത് പിന്നീടൊരിക്കൽ, അതായത് സ്വാമിജിയുടെ വരവിന് ശേഷം പിന്നീട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചും ശ്രീരാമകൃഷ്ണ ദേവനെക്കുറിച്ചുമൊക്കെ ഒരറിവ് ലഭിക്കുന്നത് 1904 അതായത് 12 വർഷങ്ങൾക്ക് ശേഷം. സ്വാമിജിയുടെ സന്ദർശനത്തിന് 12 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തിരുവിതാംകൂറിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ബോധം എത്തുന്നത്. അത് രാമകൃഷ്ണാനന്ദ സ്വാമികൾ, ശശി മഹാരാജ്, നമ്മൾ വചനാമൃതം വായിക്കുമ്പോൾ അറിയാം, ശശി മഹാരാജ്, രാമകൃഷ്ണാനന്ദ സ്വാമികൾ മദ്രാസ് ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ പ്രസിഡൻ്റായി അല്ലെങ്കിൽ അവിടുത്തെ അധ്യക്ഷനായി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് രാമകൃഷ്ണാനന്ദ സ്വാമികളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ അദ്ദേഹം 1904 ഒരു സന്ദർശനം നടത്തുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ സ്വാമിജിക്ക് ശേഷം രാമകൃഷ്ണാനന്ദ സ്വാമിയാണ് അതിന് കാരണമായത്. ഇത് തിരുവനന്തപുരത്ത് വരാനൊരു വലിയ കാരണമുണ്ട്. രാമകൃഷ്ണാനന്ദ സ്വാമി എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്നത് എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ ഏറ്റവും വലിയ ഗൃഹസ്ഥ ഭക്തന്മാരിൽ ഒരാളായ കാളിപദ ഘോഷാണ് രാമകൃഷ്ണാനന്ദ സ്വാമിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നത്. കാരണം കാളിപദ ഘോഷ് ബ്രിട്ടീഷ് കമ്പനിയായ ജോൺ ഡിക്കൻസൺ എന്ന കമ്പനിയുടെ ഉന്നത അധികാരിയായിരുന്നു. മുംബൈയിലെ തലവനായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ അവരുടെ കമ്പനിയുടെ ഇന്ത്യയുടെ മുഴുവൻ ചുമതലയുള്ള മുംബൈയിലെ ഹെഡ് ഓഫീസിൻ്റെ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കാളിപദ ഘോഷ്. ആ കാളിപദ ഘോഷ് തൻ്റെ ജോൺ ഡിക്കൻസൺ എന്നുള്ള കമ്പനിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് സന്ദർശിക്കുക പതിവായിരുന്നു. അങ്ങനെയുള്ള ഒരു തിരുവനന്തപുരം സന്ദർശനത്തിൻ്റെ ഭാഗമായി നിന്നപ്പോഴാണ് കാളിപദ ഘോഷ് രാമകൃഷ്ണാനന്ദ സ്വാമികളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നത്. കാളിപദ ഘോഷിനെ നമുക്കറിയാം, ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ഗൃഹസ്ഥ ഭക്തന്മാരിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. കാരണം 24 മണിക്കൂറും മദ്യപാനിയായി നടന്ന, 20 വർഷം സ്വന്തം ഭാര്യ ദക്ഷിണേശ്വരത്ത് വന്ന് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറ്റണം, അയാൾ നേരെയാക്കി തരണം, ജോലിക്ക് പോകുന്നില്ല, ഒരു പണിയും എടുക്കാതെ 24 മണിക്കൂറും മദ്യപാനമാണ്, ബോധമുണ്ടാകുന്ന ഒരു സമയം പോലും ഇല്ലാത്തൊരു വ്യക്തി.
കണ്ണ് തുറന്നാൽ ആദ്യം ചോദിക്കുന്നത് മദ്യമാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെയൊക്കെ വലിയ സുഹൃത്തായിരുന്നു. സുരേന്ദ്രനാഥ മിത്ര, ഇവർ 3 പേരുമായിരുന്നു വലിയ കമ്പനി. സുരേന്ദ്രനാഥ മിത്രയും ഗിരീഷ് ചന്ദ്ര ഘോഷും കാളിപദ ഘോഷും. അപ്പോൾ നമുക്ക് ഈ 3 പേരെയും അറിയാം. ഗിരീഷ് ചന്ദ്ര ഘോഷ് മദ്യപാനത്തിൻ്റെ അഗ്രഗണ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭഗവാൻ പറഞ്ഞത്, ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞത്, നീ നിൻ്റെ മുക്തിയാർ എനിക്ക് തന്നേരെ, ഞാൻ നിൻ്റെ മദ്യപാനശീലത്തെ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരെ ഗിരീഷ് ചന്ദ്ര ഘോഷിൽ നിന്ന് മുക്തിയാർ എഴുതി മേടിച്ച ആളാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ. അതേപോലെയാണ് സുരേന്ദ്രനാഥ മിത്ര. സുരേന്ദ്രനാഥ മിത്രയാണ് ഭഗവാന്റെ എല്ലാ ചെലവുകളും വഹിച്ചിരുന്ന വലിയൊരു ബ്രിട്ടീഷ് കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ സുരേന്ദ്രനാഥ മിത്രയാണ്. സുരേന്ദ്രനാഥ മിത്രയെക്കുറിച്ചും നമുക്കറിയാം. അദ്ദേഹം ഭഗവാൻ കൽക്കട്ടയിലെ ഭവനങ്ങളിൽ സത്സംഗത്തിന് വേണ്ടി സന്ദർശിക്കുമ്പോൾ ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് മുങ്ങും. ഭഗവാൻ അറിയാം മുങ്ങുന്നത് എന്തിനാണ്, മദ്യപിക്കാൻ പോകുന്നതാണ്, പോയിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മദ്യപാനശീലത്തിൽ അഗ്രഗണ്യരായിരുന്നവർ പോലും ആ മദ്യപാനശീലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭഗവാൻ അവരുടെ ഏറ്റവും അടുത്ത ഭഗവാൻ അവരെ ഏറ്റവും അടുത്ത് നിർത്തി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വലിയ ഒരു മദ്യപാനിയായ കാളിപദ ഘോഷിൻ്റെ ഭാര്യ 20 വർഷം ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടപ്പോൾ ഒക്കെ ഭഗവാൻ പറയും ശാരദാദേവിയോട് പറയാൻ പറയും. ശാരദാദേവിയോട് പറയുമ്പോൾ ശാരദാദേവി പറയും, ഞാൻ അതിൽ അശക്തയാണ്, നീ ഭഗവാനോട് തന്നെ പറയാമെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരുന്നു ആ പാവം സ്ത്രീയെ. അവസാനമാണ് ഒരു സന്ദർഭത്തിൽ കാളിപദ ഘോഷിന് സംശയം തോന്നിയിട്ട്, ഇവിടെ എന്താണ് ഈ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് എന്താ ഇത്ര വലിയ കഴിവെന്നറിയാനായിട്ട് മദ്യപാനിയായ കാളിപദ ഘോഷ് ദക്ഷിണേശ്വരത്ത് വന്നപ്പോൾ ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ. ചോദിച്ചത് തന്നെ ഭഗവാനോട് ആദ്യം വന്നപ്പോൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇവിടെ മദ്യം കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിനക്ക് ഏറ്റവും വീര്യം കൂടിയതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോഴാണ് കാളിപദ ഘോഷ്, ഫോറിൻ ലിക്വർ ആണല്ലേ എന്ന് ചോദിക്കുന്നത്, വിദേശ മദ്യമാണല്ലേ എന്ന് ചോദിക്കുന്നത്, എന്നാൽ പെട്ടെന്ന് തരൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഭഗവാനോട് പോലും മദ്യം ചോദിച്ചുകൊണ്ട് കടന്നു വന്നൊരു വ്യക്തിത്വമാണ് കാളിപദ ഘോഷ്. ആ കാളിപദ ഘോഷാണ് പിന്നീട് ജീവിതത്തിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായി മാറി. ജീവിതം പുനർനിർണയിക്കപ്പെട്ട് ബ്രിട്ടീഷ് കമ്പനിയുടെ, അതായത് ജോൺ ഡിക്കൻസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് കമ്പനിയുടെ തലവനായി മാറി. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ആ കാളിപദ ഘോഷാണ് രാമകൃഷ്ണൻ സ്വാമികളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ രാമകൃഷ്ണൻ സ്വാമികൾ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് നടത്തിയ കുറേ സത്സംഗങ്ങൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചും ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും ആ നാട്ടുകാരിൽ ബോധമുണ്ടാക്കാൻ വളരെ ഉപകരിച്ചു എന്നുള്ളതാണ്. ഇനി അപ്പോൾ 1904 അങ്ങനെ രാമകൃഷ്ണൻ സ്വാമി തിരുവിതാംകൂറിൽ വന്ന് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവ് പറഞ്ഞിട്ട് ഈ സന്ദർശനം സഹായമായി. പിന്നീട് 1892 സ്വാമിജി വന്നതിൻ്റെ അടുത്ത വർഷം നമ്മളത് അടുത്ത വർഷം നടത്തിയ ആ ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ച് പോലും രാമകൃഷ്ണൻ സ്വാമി സുദീർഘമായിട്ട് ഈ തിരുവിതാംകൂറിലെ ആ പണ്ഡിത സഭയുടെ മുന്നിൽ വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. അങ്ങനെ പിന്നെ സംഭവിക്കുന്നത്, ഈ 1904 രാമകൃഷ്ണാനന്ദ സ്വാമി തിരുവിതാംകൂറിൽ വന്നതിൻ്റെ ഒരു പ്രതിഫലനം പിന്നീട് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അന്ന് തിരുവിതാംകൂറിൽ ഉപരിപഠനത്തിന് സൗകര്യങ്ങളില്ല. നമുക്കറിയാം മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലായിരുന്നു കേരളത്തിലെ മലബാർ മേഖല. അപ്പോൾ ആ തരത്തിൽ മദ്രാസിലാണ് പഠനത്തിന് സൗകര്യങ്ങളുള്ളൂ. അന്ന് കേരളത്തിൽ പഠനത്തിന് സൗകര്യങ്ങളില്ല. ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഉയർന്ന അത് ഏറ്റവും അടുത്ത കാലം വരെയും കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം പോലും മദ്രാസിലാണ് പലരും. ഇപ്പോൾ നമുക്കറിയാവുന്ന ഈ ഏറ്റവും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാനായി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ, KCS പണിക്കർ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ആ കലാകാരന്മാരെ ആൾക്കാരെ ഓർത്തുന്നുള്ളൂ, അവരൊക്കെ പോയത് മദ്രാസിലാണ് പഠിക്കാൻ. അപ്പോൾ ഈ തരത്തിൽ ഈ 1904 കാലഘട്ടത്തിലും തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ അന്ന് കൊച്ചിയും തിരുവിതാംകൂറും മലബാറിലും എന്നൊക്കെ പോയി കാണാം. കാര്യം മലബാറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് പഠിക്കാൻ പോയത് മദ്രാസിലാണ്. കാര്യം മലബാർ എന്ന് പറയുന്നത് മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ്. മലബാറിൻ്റെ തലസ്ഥാനം പോലും മദ്രാസ് ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവരൊക്കെ മദ്രാസിലാണ് പഠിക്കാൻ പോയത്. തിരുവിതാംകൂറിൽ നിന്നും തിരുക്കൊച്ചിയിൽ നിന്നുമൊക്കെ ആളുകൾ അന്ന് മദ്രാസിലാണ് പഠിക്കാൻ പോയത്. 1904 ഈ സന്ദർശന സമയത്ത് പോലും അവിടെ പഠിക്കാനാവുന്നു. അതുകൊണ്ട് രാമകൃഷ്ണൻ സ്വാമികളുടെ ഈ സന്ദർശനം തിരുവിതാംകൂറിലെ അന്ന് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്ന യുവാക്കൾക്ക്
വലിയ പ്രചോദനമാവുകയും അവരെന്ത് ചെയ്തു, മദ്രാസിലെ ആശ്രമത്തിൽ ചെന്ന് സന്ദർശനം നടത്തുക പതിവായിരുന്നു. അങ്ങനെ ഏകദേശം ഈ തിരുവിതാംകൂറിലുള്ള ചെറുപ്പക്കാർ രാമകൃഷ്ണൻ സ്വാമികളുമായിട്ട് നല്ലൊരു ബന്ധം മദ്രാസിൽ വെച്ച് പുലർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ശ്രീരാമകൃഷ്ണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് പ്രധാനമായിട്ടും തിരുവിതാംകൂറിലും, അതായത് തിരുവനന്തപുരത്തും ഹരിപ്പാട്ടും തിരുവല്ലയിലും, ഈ 3 മേഖലയിലുള്ള, ഈ 3 സ്ഥലത്തുള്ള ചെറുപ്പക്കാരാണ് ആദ്യമായിട്ട് ഒരു ശ്രീരാമകൃഷ്ണ സംഘം രൂപീകരിക്കുന്നത്. അത് 1910 രൂപീകരണം നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാമൻ തമ്പി ആയിരുന്നു. എല്ലാവരും ഉന്നതരായ ആൾക്കാരായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റുമാരായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. വളരെ രസകരമായൊരു ഒരു പഠനമാണത്. ഏറ്റവും കൂടുതൽ അത് മലബാറിലും എല്ലാം അഡ്വക്കേറ്റന്മാരായിരുന്നു. ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ വളർത്തിയത് മുഴുവൻ അന്നത്തെ അഡ്വക്കേറ്റന്മാരായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഘത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാമൻ തമ്പി ആയിരുന്നു. ഹരിപ്പാട്ട് പത്മനാഭൻ തമ്പി ആയിരുന്നു പ്രസിഡന്റ്. അതിൻ്റെ സെക്രട്ടറി ഒരു അഡ്വക്കേറ്റ് സുബ്ബരായനായിരുന്നു. തിരുവല്ലയിൽ ഒരു മുൻസിഫ് MR നാരായണപിള്ളയുടെ നേതൃത്വത്തിലാണ് ശ്രീരാമകൃഷ്ണ സംഘം ഉണ്ടായത്. ഈ 3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. അതൊരു കൂട്ടായ്മ, ഒരു സംഘം, ശ്രീരാമകൃഷ്ണ സംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മളൊരു പ്രത്യേകത ശ്രദ്ധിക്കാവുന്നത്, ഈ ശ്രീരാമകൃഷ്ണ ദേവനെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിയാനുള്ള യാതൊരു ഗ്രന്ഥങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് നമുക്കതെല്ലാം ലഭ്യമാണ്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് അറിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അന്ന് ആലോചിച്ച് നോക്കണം, 1910 ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാനുള്ള ഗ്രന്ഥങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1909 ലീലാപ്രസംഗം ശാരദാൻ സ്വാമികൾ ശ്രീരാമകൃഷ്ണ ലീലാപ്രസംഗം എന്ന പേരിലൊരു പുസ്തകം രചിക്കുന്നത് തന്നെ 1909. കാരണം നമുക്ക് ലീലാമൃതം, ശ്രീരാമകൃഷ്ണ ലീലാമൃതം എന്ന് ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന മലയാളത്തിലെ തർജ്ജമയായിട്ട് കിട്ടിയിട്ടുള്ള ആ പുസ്തകം അത് എഴുതപ്പെടുന്നത് പോലും 1909 മുതൽ 18 1909 മുതൽ എഴുതാൻ തുടങ്ങി 18 അത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒരു ഗ്രന്ഥം ആദ്യമായി ഉണ്ടാകുന്ന പോലും 1918 പിന്നീട് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വെർഷൻ വരുന്നത് 1952. ഇത് തന്നെ മലയാളത്തിലേക്ക് വന്നപ്പോൾ 1984. അതാണ്. അപ്പോൾ ഒരു ഗ്രന്ഥം ഉണ്ടാകാൻ തന്നെ ഇത്രയും കാലം എടുത്തപ്പോഴാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് 1910. അതുപോലെ തന്നെയാണ് ബ്രഹ്മാൻ സ്വാമികൾ ശ്രീരാമകൃഷ്ണ ജീവചരിത്രം എഴുതിയത് 1924. ഞാൻ ഈ ഡേറ്റ് പറയാൻ, ഈ തീയതി, ഈ വർഷം പറയാൻ കാരണം ഈ 1910 ഉണ്ടാകുന്ന ആ 10നും 15നും ഇടയ്ക്കാണ് നമ്മൾ കേരളത്തിൻ്റെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാഴികക്കല്ലുകൾ എന്ന് പറയുന്നത് 1910നും 15നും ഇടയ്ക്കാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രന്ഥം, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് നമുക്കറിയാനോ വായിക്കാനോ ഒരു ഗ്രന്ഥം പോലും കിട്ടുന്നത് 1918നും പിന്നീട് 1952, മലയാളത്തിൽ അത് 1984, പിന്നെ 1924 ബ്രഹ്മാൻ സ്വാമിയുടെ പുസ്തകം. അത് ബംഗാളിയിൽ എഴുതിയ പുസ്തകം ആയതുകൊണ്ടാണ്. അത് ബംഗാളിയിലാണ് 1924 വരുന്നതെന്ന് ആർക്കണം. പിന്നീട് ശ്രീരാമകൃഷ്ണ കഥാമൃതം, നമ്മൾ ഇന്ന് എല്ലാവരും വായിക്കുന്ന വചനാമൃതം, അതിൻ്റെ ബംഗാളി വെർഷൻ 1902 മുതൽ 32 വരെയാണ്. 30 വർഷം എടുത്താണ് അതുണ്ടായത്. അത് തന്നെ ഇംഗ്ലീഷിലേക്ക് മാറുന്നത് 1942. ഈ ഇംഗ്ലീഷിലേക്ക് കഥാമൃതം തർജ്ജമ ചെയ്യപ്പെടുന്നത് 1942. അപ്പോൾ അതിനുശേഷമേ നമുക്ക് പോലും ഈ വചനാമൃതത്തിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ വായിച്ചിട്ടുള്ളവർ പോലും 42 ശേഷമാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമുക്കത് മലയാളത്തിൽ എല്ലാവർക്കും അത് വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് 1968. അപ്പോൾ ഈ
നോക്കൂ, അപ്പം ഇത്രയും ഈ കാലഘട്ടങ്ങളിലാണ് ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വായിച്ചറിയാനുള്ളൊരു സാധ്യത കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് 1910 ഒന്നും അറിയില്ല. ഈ ചെറുപ്പക്കാർ മദ്രാസിൽ പഠിക്കാൻ പോയപ്പോൾ രാമകൃഷ്ണൻ സ്വാമികളുമായിട്ട് നടത്തിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ശ്രീരാമകൃഷ്ണ സംഘം രൂപീകരിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് ഇതെന്താണെന്ന് അറിയില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഒന്നും അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാർ ഈ 1910 ശ്രീരാമകൃഷ്ണ സംഘങ്ങൾ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു അന്നത്തെ ആ ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ഇപ്പം ചിന്തിക്കേണ്ടതാണ്. എന്ത് ബേസിലാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഞാനിവിടെ അതിനെക്കുറിച്ച് ആകത്തുകയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ 1911 മുതൽ 10 മുതൽ 15 വരെ ഉണ്ടായിരുന്ന വെറും 5 വർഷമാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളത്. 1910 മുതൽ 15 വരെ മാത്രം 5 വർഷം. പിന്നീട് ഏതാണ്ട് 20 വർഷം എടുത്ത് 1930 മുതൽ 35 വരെയുള്ള കാലഘട്ടം കൂടെ കണക്കിലെടുക്കുമ്പോൾ, അതായത് 1915 മുതൽ 35 വരെയുള്ള 20 വർഷക്കാലത്തിനിടയിൽ മാത്രമാണ് ഈ 5 വർഷത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന മട്ടിൽ മാത്രമുണ്ടായ വികാസങ്ങൾ, ഇവിടുത്തെ ആശ്രമങ്ങൾ ഉൾപ്പെടെ. 1935 ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 1935 ശേഷം കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതും അതിൻ്റെ മുഴുവൻ ശക്തിയോടെ വന്നത് 10 മുതൽ 15 വരെയാണ്. ആ 5 വർഷക്കാലം ഇവിടെ എന്താണോ സംഭവിച്ചത് അതിൻ്റെ അനുരണനങ്ങൾ മാത്രമാണ്, അതിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന നമ്മൾ. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു ഇവിടെ നമ്മൾ എന്താണ് നമ്മളുടെ ധർമ്മം ഇനി എന്താണെന്ന് തിരിച്ചറിയേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ്. 35 ശേഷം ഇന്ന് 2024 വരെ ഇരിക്കുമ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബിഗ് സീറോ. അതാണ് അതിൻ്റെ സന്യാസിമാർ വന്നതിൻ്റെ കണക്ക് വരെ എടുക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ രൂക്ഷത മനസ്സിലാക്കുന്നത്, അതിൻ്റെ ആ ഒരു വലിയ ആഴം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനത് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകമായി ഈ അപ്പോൾ ഈ പറഞ്ഞത് ഈ വേദാന്ത സംഘങ്ങൾ എന്നുള്ള പേരിലാണ് ഈ ശ്രീരാമകൃഷ്ണ സംഘങ്ങളെ അന്ന് അവർ പേരിട്ട് വിളിച്ചത് വേദാന്ത സംഘങ്ങൾ എന്നാണ്. അപ്പോൾ അത് തിരുവിതാംകൂറിൽ പ്രചാരമുണ്ടായി എന്നതിന് തൊട്ട് തലേവർഷം വന്നുപോയ സന്യാസി എന്നതാണ് ആ ശ്രേണിയിൽപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് രാമകൃഷ്ണ അനന്തസ്വാമിയെ തിരിച്ചറിയാൻ തിരുവിതാംകൂറിന് ലഭ്യമായ ആ തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ 1904 സന്ദർശന വേളയിൽ തിരുവിതാംകൂറിൽ വേദാന്ത സംഘടന രൂപീകരിച്ച ശേഷം തിരുവിതാംകൂറിൽ നിന്ന് ഈ മദ്രാസിൽ പഠിക്കാൻ പോയ കുട്ടികളിൽ നിന്ന് വന്ന് ഉടലെടുത്ത ഈ ഒരു 1910 ഉള്ളിൽ രൂപീകൃതമായ 3 സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തും ഹരിപ്പാട്ടും അതുകൂടാതെ തിരുവല്ലയിലും ഇത്രയും സ്ഥലത്ത് ഉണ്ടായ വേദാന്ത സംഘങ്ങളുടെ ഒരു പ്രവർത്തനമാണ് പിന്നീട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് ഘടകമാകുന്നത്. അത് രാമകൃഷ്ണൻ സ്വാമികൾ വഹിച്ച പങ്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ 1910 ഇത് രൂപീകരിച്ച് 11 ആയപ്പോൾ ഒരു വർഷത്തെ ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 1911 ഹരിപ്പാട്ടുള്ള സംഘത്തിൽപ്പെട്ട ആളുകൾ ആണ് ആലോചിക്കുക. ഹരിപ്പാട് അത് വളരെ അന്ന് പറയുന്നത് അതൊരു കുഗ്രാമമാണ്. ഹരിപ്പാട് യാതൊരു വികാസവുമില്ലാത്തൊരു കുഗ്രാമം. അപ്പോൾ 1911 ഇവർ ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്, ഹരിപ്പാട്ടുള്ള ചെറുപ്പക്കാരെല്ലാം കൂടെ. അവർ രാമകൃഷ്ണൻ സ്വാമികളുടെ അടുത്ത് ചെന്ന്, മദ്രാസിൽ രാമകൃഷ്ണൻ സ്വാമികളുടെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരണം എന്ന് ക്ഷണിച്ചു. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമികൾ ആ ക്ഷണം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ ചില അസൗകര്യങ്ങളുണ്ടായി. അപ്പോൾ ആ വിവരം ഹരിപ്പാട്ടുള്ള സംഘാംഗങ്ങളെ അറിയിച്ചു. എന്നിട്ട് അപ്പോൾ അന്ന് ഈ പത്മനാഭൻ തമ്പിയാണ് രാമകൃഷ്ണൻ സ്വാമികളെ, ഹരിപ്പാട്ടെ സമിതിയുടെ പ്രസിഡൻറ്റ് പത്മനാഭൻ തമ്പിയാണ് രാമകൃഷ്ണൻ സ്വാമികളെ മദ്രാസിൽ പോയി കണ്ട് ഈ ക്ഷണം നടത്തിയത്. എന്നിട്ട് അപ്പോൾ ഈ ക്ഷണം ആ സന്ദർഭം അതായത് വരേണ്ട ഒരു സന്ദർഭം അടുക്കാറായപ്പോഴാണ് രാമകൃഷ്ണൻ സ്വാമികൾക്ക് ശാരീരികമായ അല്പം അസ്വാസ്ഥ്യം വന്നതുകൊണ്ട്
അദ്ദേഹം ഈ ഹരിപ്പാട്ട് സമിതിയിലെ പ്രസിഡന്റ് പത്മനാഭൻ തമ്പിയോടും സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് സുബ്ബരായർ, അഡ്വക്കേറ്റ് സുബ്ബരായർ, അവരോട് രണ്ടുപേരോടും പറഞ്ഞു, എന്നെക്കാൾ പ്രഗത്ഭനായ ഒരാളെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ പോകുന്നത്. ആ ആൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായിരിക്കും എന്ന് പറഞ്ഞാണ് നിർമ്മലാൻ സ്വാമിയെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നിർമ്മലാൻ സ്വാമിയെ അവർ അന്ന് ബാംഗ്ലൂർ ആശ്രമത്തിലായിരുന്നു നിർമ്മലാൻ സ്വാമി ഉണ്ടായിരുന്നത്. അപ്പം നിർമ്മലാൻ സ്വാമിയെ അറിയിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ഈ സുബ്ബരായൻ, അതുപോലെ നമ്മുടെ അവിടുത്തെ പ്രസിഡൻറ്റ് പത്മനാഭൻ തമ്പി, ഇവർ രണ്ടുപേരും ഒരു കത്ത് നേരെ നിർമ്മലാൻ സ്വാമിക്ക് അയക്കുക. ഈ കത്ത് അയക്കുന്നതിനോടൊപ്പം 40 രൂപ കൂടി അയച്ചു കൊടുത്തു, മണി ഓർഡറായിട്ട്. ഒരു കത്തും 40 രൂപയുമാണ് മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തു. ഈ 40 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് വരാനുള്ള വണ്ടിക്കൂലി എന്നുള്ള നിലയിലാണ് ഈ 40 രൂപ അയച്ചു കൊടുത്തത്. എന്നിട്ട് അപ്പോൾ ട്രെയിൻ എറണാകുളത്താണ് വന്ന് ഈ ആഘോഷത്തിന് വേണ്ടി നിർമ്മലാൻ സ്വാമി വരുന്ന ട്രെയിൻ എറണാകുളം വരെയാണ് അന്ന് വരുന്നത്. അന്ന് എറണാകുളം വരെ ട്രെയിനുള്ളൂ. അപ്പോൾ എറണാകുളത്ത് വന്ന് ഇറങ്ങുകയാണ്. അത് ഫെബ്രുവരി 16-ന്. അപ്പോൾ ഈ ഹരിപ്പാട്ടുള്ള സംഘാംഗങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിൽക്കുകയാണ്. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരത്തെ കാത്തു നിൽക്കുന്നുണ്ട്. ട്രെയിൻ വന്നിറങ്ങി. അപ്പോൾ ഇവരുദ്ദേശിച്ചത്, ഇവർ ഈ അയച്ചു കൊടുത്ത പണത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വാമിക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ വരാം. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്, അന്ന് 3 ക്ലാസ്സാണ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ വരാം. അല്ലെ, സ്വാമി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലായിരിക്കുമല്ലോ വരിക എന്നുള്ള രീതിയിലാണ് ഇവർ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സ്വാമി ഇല്ലായിരുന്നു. ഇവർ വിചാരിച്ചു, അയ്യോ സ്വാമി വന്നില്ലേ എന്നുള്ള ഒരു വിഷമം വന്നു. അങ്ങനെ നോക്കുമ്പോൾ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്, ട്രെയിനിൻ്റെ ഏറ്റവും പിറകിലുള്ള തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വാമി ഇറങ്ങി നടന്നു വരുന്നു. നിർമ്മലാൻ സ്വാമി ഇറങ്ങി നടന്നു വരും. ഇവരെ കണ്ട ഉടൻ തന്നെ സ്വാമി പരസ്പരം അഭിവാദ്യം ചെയ്തു. ഇവർ നമസ്കരിച്ചു. സ്വാമി ആദ്യം ചെയ്ത പ്രവൃത്തി, പോക്കറ്റിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റിന് ഉപയോഗിച്ച പണം ഒഴിച്ച് 40 രൂപയിൽ ബാക്കി തുക അപ്പോൾ തന്നെ സുബ്ബരായരെ ഏൽപ്പിച്ചു. നമുക്ക് സ്വാമി ആദ്യം ചെയ്ത രീതിയാണ്. എങ്ങനെയാണ് നിർമ്മലാൻ സ്വാമി പണം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ലക്ഷണമാണ് കാണിച്ചത്. അപ്പോൾ ആ ട്രെയിൻ ടിക്കറ്റിൻ്റെ തുക കഴിച്ച് ബാക്കി 40 രൂപയിൽ ബാക്കിയുള്ള തുക സുബ്ബരായരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് എറണാകുളത്ത് നിന്ന് ബോട്ട് വഴിയാണ് ആലപ്പുഴയിൽ വരികയാണ്. അപ്പോൾ ആലപ്പുഴയിൽ വന്നിട്ട് അവിടെ ആലപ്പുഴയിൽ അവർ ഒരു യോഗം ഒക്കെ വിളിച്ചു കൂട്ടി. അവിടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഷൺമുഖവിലാസം സ്കൂളിൽ കുട്ടികളുമായിട്ടൊക്കെ സ്വാമി ഇൻറ്ററാക്ട് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു രീതി, സ്വാമി അവരെ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ അവസാനം ഫെബ്രുവരി 17-ന്, അടുത്ത ദിവസം ഫെബ്രുവരി 17-നാണ് വള്ളത്തിൽ അന്ന് ഹരിപ്പാട്ട് എത്തുന്നത്. ഹരിപ്പാട്ടെ വലിയ കൊട്ടാരത്തിൽ വന്ന് താമസമാക്കുന്നു ഫെബ്രുവരി 17-ന്. അപ്പം തിരുവല്ലയിൽ നിന്നും ഈ സമയത്ത് ഭക്തന്മാർ, ആകെ തിരുവനന്തപുരത്തും തിരുവല്ലയിലും ഹരിപ്പാട്ടും മാത്രമേ ഈ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പം അതിൽ തിരുവല്ലയിലെ സംഘത്തിൽ നിന്നുള്ള ആളുകൾ നേരെ ഹരിപ്പാട്ട് ചെന്ന് സ്വാമിയെ കാണാൻ പോയി. ആ പോയ കൂട്ടത്തിൽ നീലകണ്ഠപ്പിള്ള എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഈ നീലകണ്ഠപ്പിള്ള സ്വാമിയെ കണ്ടുടൻ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങ് അവിടെ നിന്ന് അദ്ദേഹം സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ സ്വാമി ഇദ്ദേഹത്തെ അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഭക്ത എന്ന് വിളിച്ചു. അന്ന് മുതൽ ഈ നീലകണ്ഠപ്പിള്ള അറിയപ്പെടുന്നത് നീലകണ്ഠ ഭക്തൻ എന്നാണ്. ഇദ്ദേഹമാണ് പിന്നീട് പുരുഷോത്തമാനന്ദ സ്വാമികൾ എന്നുള്ള പേരിൽ പ്രശസ്തനായി വസിഷ്ഠ ഗുഹയിൽ, ജീവിതകാലം മുഴുവൻ വസിഷ്ഠ ഗുഹയിലായിരുന്നു. അങ്ങനെ ആ തിരുവല്ലയിൽ നിന്ന് പോയ നീലകണ്ഠപ്പിള്ള അദ്ദേഹമാണ് നീലകണ്ഠ ഭക്തനായി മാറിയത്. പിന്നെ അന്നത്തെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് സ്വാമി തിരിച്ച് അന്നത്തെ ആ ജയന്തിയുടെ ആഘോഷങ്ങളെല്ലാം ഭംഗിയായി നടന്നു. സ്വാമി തിരിച്ചു പോകാൻ നേരത്ത് സുബ്ബരായർ 1000 രൂപ, നോക്കൂ, ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരെ വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് എന്നുള്ള നിലയിൽ 40 രൂപ എന്ന് നോക്കുമ്പോൾ തിരിച്ച് സുബ്ബരായർ കൊടുക്കുന്നത് 1000 രൂപയാണ്. സ്വാമിക്ക് 1000 രൂപ കൊടുത്തു. അപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാമി അത് സ്വീകരിച്ചില്ല. പകരം പറഞ്ഞത്, ഞാൻ ഈ പണം ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, ഇപ്പോൾ വേണ്ട, ആശ്രമം പണിയുമ്പോൾ നമുക്കത് സ്വീകരിക്കാമെന്ന്. അങ്ങനെ ആ സുബ്ബരായർക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ സുബ്ബരായരുടെ ഒരു കാര്യം പറയുന്നത്, സുബ്ബരായർക്ക് ഒരു വിവാഹിതനായെങ്കിലും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി സ്വാമി ശ്രീരാമകൃഷ്ണ നാമം
ജപിച്ചു കൊടുത്തു. ഈ ശ്രീരാമകൃഷ്ണ നാമം ജപിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ സുബ്രായർ ആ നാമം ജപിക്കുകയും പിന്നീട് സ്വാമിക്ക് 3 ആൺകുട്ടികളുണ്ടാവുകയും മൂത്തയാളുടെ പേര് രാമകൃഷ്ണൻ എന്ന് പേരിടുകയും ചെയ്തു സുബ്രായർ. അപ്പോൾ അതങ്ങനെ ഒരു ഇത് വന്നു. കൊല്ലം വഴിയാണ് ഈ അന്ന് നിർമ്മലാനന്ദ സ്വാമി തിരിച്ച് ബാംഗ്ലൂർക്ക് പോയത്. കൊല്ലത്ത് സത്സംഗത്തിൽ ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാത്തത് എന്ന് ഒരു ഭക്തൻ ചോദിച്ചു. അപ്പോൾ അന്ന് സ്വാമി അതിന് പറഞ്ഞു കൊടുത്ത മറുപടി, സ്വാമി അതിനൊരു ഉദാഹരണം സഹിതമാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 6 പ്രാവശ്യം തോറ്റു എന്ന് വിചാരിക്കുക. ഈ ചോദിച്ച ആളോടാണ് പറയുന്നത്. മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 6 പ്രാവശ്യം തോറ്റു എന്ന് വിചാരിക്കുക. 7-ാം പ്രാവശ്യം ജയിക്കും. അപ്പോൾ ജയിക്കുന്നില്ലേ? അപ്പോൾ ആവർത്തിച്ചുള്ള നിങ്ങളുടെ ശ്രമമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു. ഈ കേട്ട ആൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അയാൾ 6 പ്രാവശ്യം മെട്രിക്കുലേഷൻ തോറ്റ ആളാണ്. 7-ാം പ്രാവശ്യമാണ് അയാൾ ജയിച്ചത്. അപ്പോൾ നോക്കൂ, സ്വാമി അത് മുൻകൂട്ടി കണ്ടവർ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ പോലെയാണ് അയാളോട് മറുപടി പറഞ്ഞത്. ട്രെയിൻ വന്നപ്പോൾ അന്ന് തിരിച്ചു പോകാനായിട്ട് കൊല്ലത്തു നിന്നാണ് പിന്നീട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകാനായിട്ട് കൊല്ലത്ത് വന്നിട്ട് കൊല്ലത്തു നിന്ന് ട്രെയിൻ കയറാനായിട്ട് നിന്ന സമയത്ത് എല്ലാവരും മനസ്സിൽ വിചാരിച്ചു, സ്വാമിയെ നമസ്കരിക്കാനായിട്ട് എല്ലാവരും മനസ്സിൽ തയ്യാറായി നിൽക്കുകയാണ് ട്രെയിൻ വന്ന സമയത്ത്. പെട്ടെന്ന് തന്നെ സ്വാമി ഈ നിന്നവരുടെ മുമ്പിലേക്ക് നമസ്കാരം നടത്തി. അതായത് സ്വാമി നേരെ ദണ്ഡ നമസ്കാരം നടത്തി നിന്ന ഭക്തന്മാരുടെ മുമ്പിൽ. എന്നിട്ട് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളിൽ എല്ലാവരെയും ഞാൻ ശ്രീരാമകൃഷ്ണനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് സ്വാമി ട്രെയിനിനകത്ത് കയറി കഥ കടച്ചു കളഞ്ഞു. അപ്പം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായതായിട്ട് അന്നത്തെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാമി അങ്ങനെയാണ് ആദ്യത്തെ വരവ് 1911 നിർമ്മലാനന്ദ സ്വാമിയുടെ ആദ്യത്തെ വരവുണ്ടാകുന്നതും ഹരിപ്പാട് സംഘത്തിൻ്റെ പേരിൽ ഒരു ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കും. പിന്നീട് 1911 ഈ അതേ വർഷം തന്നെ പിന്നീട് തിരുവനന്തപുരത്തെ വേദാന്ത സൊസൈറ്റി, ഈ ഹരിപ്പാട് വന്നതിൻ്റെ ഒരു കേട് തീർക്കാനായിട്ട് തിരുവനന്തപുരത്തെ സൊസൈറ്റി അന്ന് പ്രസിഡന്റ് ഡോക്ടർ രാമൻ തമ്പിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വരുന്ന സമയത്താണ് ഒരു ആശയമുണ്ടായത്, നമുക്കിവിടെ ഒരു ആശ്രമം വേണം, തിരുവനന്തപുരത്ത് ഒരു ആശ്രമം വേണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ സംഭാവന സ്വീകരിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. എന്നിട്ട് സ്വാമി തന്നെ ഒരു കടലാസ് എടുത്തിട്ട് ആ കടലാസിൻ്റെ മുകളിൽ എഴുതി ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ എന്ന് എഴുതിയിട്ട് സ്വാമിയുടെ പേരിൽ 1 രൂപ എഴുതി. അങ്ങനെയാണ് ആ ഒരു സംഭാവന സ്വീകരിക്കേണ്ട ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ പിന്നെയും 4 വർഷം കഴിഞ്ഞ് 1915 ഡിസംബർ 15 അതായത് ഈ 11 ഈ ലിസ്റ്റ് എഴുതുന്നെങ്കിലും 1915 ഡിസംബർ 15 നെട്ടയം എന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത് നെട്ടയം എന്ന സ്ഥലത്ത് അരുണാചലം പിള്ള എന്ന ഒരു ഭക്തൻ്റെ 5 ഏക്കർ സ്ഥലം തീരാധാരം എഴുതി മേടിക്കുന്നത് പിന്നെയും 5 വർഷം കഴിഞ്ഞിട്ടാണ്. അത് 1915. അപ്പോൾ തുടക്കത്തിൽ 7000 രൂപയാണ് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് ആശ്രമം ഉണ്ടാക്കാനായിട്ട്. പക്ഷെ പിന്നീട് അത് 1 ലക്ഷം രൂപ വരെ എത്തി. അതിൻ്റെ എസ്റ്റിമേറ്റ് വർദ്ധിച്ച് 1 ലക്ഷം രൂപ വരെ എത്തി. കാളീപദ ഘോഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാളീപദ ഘോഷിൻ്റെ മകൻ ഋഷികേശ് ബാനർജിയാണ് ഇതിൻ്റെ പ്ലാൻ വരച്ചത്. അന്ന് ഋഷികേശ് ബാനർജി, കാളീപദ ഘോഷിൻ്റെ മകൻ ഋഷികേശ് ബാനർജി അന്ന് തിരുവനന്തപുരത്ത്, അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ് സർവീസിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ കാളീപദ ഘോഷിൻ്റെ മകൻ ഋഷികേശ് ബാനർജിയാണ് ഈ നെട്ടയം ആശ്രമത്തിൻ്റെ പ്ലാൻ വരച്ചത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് 1916 ബ്രഹ്മാനന്ദ സ്വാമികളെ ക്ഷണിച്ചു വരുത്തി അതിന് തറക്കല്ലിടുന്നത്. ബ്രഹ്മാനന്ദ സ്വാമി ഇവിടെ വന്ന് അതിന് തറക്കല്ലിട്ട് കാലം പിന്നെയും മുന്നോട്ട് പോയി, ആശ്രമം പണി നടന്നില്ല. പിന്നീട് 6 വർഷം കഴിഞ്ഞ് 1922, 6 വർഷം കഴിഞ്ഞ് 1922 ഏപ്രിൽ 9 ബ്രഹ്മാനന്ദ സ്വാമി സമാധിയായി. അതിന് പിന്നീട് ഈ പ്ലാൻ വരച്ച ഋഷികേശ് ബാനർജിയും മരണമടഞ്ഞു. ഇത്രയെല്ലാം കഴിഞ്ഞ് തറക്കല്ലിട്ടതിൻ്റെ 7 വർഷവും 3 മാസവും കഴിഞ്ഞ് 1924 ഭഗവാന്റെ 89ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാർച്ച് 7
അവിടെ പ്രതിഷ്ഠ നടത്താൻ സാധ്യമായത്. ബ്രഹ്മാനന്ദ ആശ്രമം എന്നാണ് അതിന് പേരിട്ടത്. ബ്രഹ്മാനന്ദ സ്വാമികളുടെ ആ ചിത്രം വെച്ച് അങ്ങനെ ഒരു ആശ്രമം നിർമ്മിക്കുകയായിരുന്നു. അത് ഇത്രയും നടന്നത് 1924 ഇത് ഞാൻ ഒന്ന് ചരിത്രം മുന്നോട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് 1911 നിർമ്മലാനന്ദ സ്വാമി തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ഭാഗത്താണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ 1912 പിന്നീട് 1 വർഷം കഴിഞ്ഞ് 1912 സ്വാമി ഒരിക്കൽ കൂടെ തിരുവനന്തപുരത്ത് വരികയാണ്. 11 ശേഷം 12 വീണ്ടും വന്നു. 12 വീണ്ടും വന്നപ്പോൾ ഹരിപ്പാട്ടുകാരൊരു തീരുമാനമെടുത്തു, ഹരിപ്പാട്ടൊരാശ്രമം പണിയണം. അങ്ങനെ 12 ഹരിപ്പാട്ടൊരാശ്രമം പണിയുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വാമിജിയെ തിരുവനന്തപുരത്ത് പോയി ക്ഷണിച്ചു വരുത്തി. അപ്പം തിരുവനന്തപുരത്തുനിന്ന് ഒരാൾ അവിടെ പോയി ക്ഷണിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ തിരുവല്ലയിലിരിക്കുന്ന സമിതിക്കാർക്ക് തോന്നി സ്വാമിയെ തിരുവല്ലയിൽ വരുത്തണം. ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ പദ്ധതിയൊന്നുമില്ല. ഹരിപ്പാട്ട് വരുമ്പോൾ സ്വാമി തിരുവല്ലയിൽ കൂടെ വരണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ ഈ തിരുവല്ലയിൽ നിന്ന് ഒരാളെ പ്രതിനിധിയായിട്ട് അയച്ച് തിരുവനന്തപുരത്തേക്ക് സ്വാമിയുടെ അടുത്തേക്ക് അയച്ചു. അപ്പം ഈ പ്രതിനിധി അവിടെ ചെന്നപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നി ഹരിപ്പാട്ടുകാർ വിളിച്ചത് തറക്കല്ലിടാൻ വേണ്ടിയിട്ടാണ്, തിരുവല്ലയിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ചിലപ്പോൾ സ്വാമി വന്നില്ലെങ്കിലോ എന്നാലോചിച്ച് ഇയാൾ ആരോടും ചോദിക്കാതെ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഹരിപ്പാട്ട് തറക്കല്ലിടുന്നതിൻ്റെ ഒപ്പം തന്നെ തിരുവല്ലയിലും തറക്കല്ലിടണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിക്ക് വലിയ സന്തോഷമായി. കാര്യം ഒറ്റയടിക്ക് രണ്ടടുത്ത് തറക്കല്ലിടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. സ്വാമി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഹരിപ്പാട്ട് തറക്കല്ലിട്ടാൽ ഉടൻ തന്നെ തിരിച്ച് തിരുവല്ലയിൽ വന്ന് തറക്കല്ലിടും എന്ന് പറയുകയും ചെയ്തു. ഈ കക്ഷി തിരിച്ചു വന്ന് തിരുവല്ലയിലുള്ളവരോട് പറഞ്ഞു, സ്വാമി ഇവിടെ തീർച്ചയായിട്ടും വരും, പക്ഷെ ഞാനൊരു ചെറിയ അബദ്ധം പറഞ്ഞു, തിരുവല്ലയിൽ തറക്കല്ലിടണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ ഉള്ളവർ പേടിച്ചു പോയി. തറക്കല്ലിടാൻ സ്ഥലം പോലും ഇല്ല, ഇവിടെ എവിടെ പോയി സ്ഥലം ഉണ്ടാക്കും? അങ്ങനെ അവർ ഓട്ടം തുടങ്ങി. അങ്ങനെ ഓട്ടം തുടങ്ങിയാണ് ഇവിടെ തിരുവല്ലയിൽ അവരൊരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലത്ത് തറക്കല്ലിട്ടു. ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഞാൻ ഈ താമസിക്കുന്ന വീട് ഇരിക്കുന്ന സ്ഥലമാണ് ആ തറക്കല്ലിട്ട സ്ഥലം. അപ്പോൾ അവിടെ ഇവർ തറക്കല്ലിടാനുള്ള ഒരു സാധ്യത അവർ അവിടെ കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തി അവിടെ തറക്കല്ലിടാനുള്ള ഒരു പദ്ധതി അവർക്ക് തിരുവല്ലക്കാർക്ക് സാധ്യമായി. അങ്ങനെ ഈ നിർമ്മലാനന്ദ സ്വാമി ഹരിപ്പാട്ട് വരുമ്പോൾ അതേ സമയം തന്നെ തിരുവല്ലയിലും ഒരു തറക്കല്ലിടാനുള്ള എല്ലാ സാധ്യതകളും സ്വാമി അവിടെ കണ്ടുവച്ചു. സ്വാമിക്ക് വേണ്ടിയിട്ട് അവർ കണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഒരു ഭാഗം എന്നാൽ ഇനി മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞ ഈ പിന്നെ തിരുവല്ലയിൽ തറക്കല്ലിടാനായിട്ട് പറഞ്ഞ് 11 തിരുവനന്തപുരത്ത് വന്ന് തിരുവല്ലയിലും ഹരിപ്പാട്ടും തറക്കല്ലിട്ട് പോകാനുള്ള ക്ഷണം നടത്തുകയും സ്വാമി അത് പ്രകാരം വന്ന് ഈ കർമ്മങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഈ തിരുവനന്തപുരത്തെ വന്ന് ഈ ഇനി 3-ാം സന്ദർശനം എന്ന് പറയുന്നത് സ്വാമിജിയുടെ ഇനി 3-ാം സന്ദർശനമാണ് ഇത് കേരളത്തിൽ. അത് സെപ്റ്റംബർ 12, 1912 അപ്പോൾ ഈ 1912 സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തേക്കുള്ള കേരളത്തിലേക്കുള്ള 3-ാം സന്ദർശനത്തിന് തൊട്ട് മുമ്പ് ഒരു സംഭവം നടക്കുകയാണ്. അതായത് ഏപ്രിൽ 28 സെപ്റ്റംബർ 12 കേരളത്തിൽ 3-ാം സന്ദർശനം നടത്തുന്നത് 1912. അതിന് തൊട്ട് മുമ്പ് ഏപ്രിൽ 28 സ്വാമി ബാംഗ്ലൂരിൽ നിന്ന് ഈ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പായിട്ട് ഊട്ടിയിലേക്ക് പോകുന്ന ഒരു യാത്ര വെച്ചു. ഊട്ടിയിലേക്ക് ഈ യാത്രയ്ക്ക് ഈ ഊട്ടിയിലേക്ക് പോയിരുന്ന ഈ യാത്രയാണ് സ്വാമിയെ യഥാർത്ഥത്തിൽ മലബാറിലേക്ക് ക്ഷണിക്കാനുണ്ടായ കാരണം. സ്വാമി മലബാറിൽ വരാനുള്ള ഒരു കാരണം ഈ 1912 ഏപ്രിൽ 28 ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ രസകരമായൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, പരപ്പനങ്ങാടിയിൽ ടി കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഡ്വക്കേറ്റ് യാദൃച്ഛികമായിട്ട് അദ്ദേഹം ഈ ട്രെയിനിലുണ്ടായിരുന്നു. സ്വാമി ഊട്ടിയിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിൽ ഈ പരപ്പനങ്ങാടിക്കാരനായ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാമി അറിയില്ല. മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ഇദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ സ്വാമി അന്ന് ഈ ട്രെയിൻ ഓരോ സ്റ്റേഷനിൽ വന്നാലും കുറേ അധികം സമയം നിൽക്കും. അപ്പോൾ സ്വാമിയുടെ ലഗേജൊക്കെ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തോ ഒരു തർക്കം
മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ലഗേജിൻ്റെ ചാർജ് വഹിക്കുന്ന ആളുമായിട്ട് സ്വാമി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കുഞ്ഞിരാമ മേനോൻ എന്ന് പറഞ്ഞ ആൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ പതുക്കെ സ്വാമി നിൽക്കുന്നതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ഈ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ സ്വാമിയുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ഈ സന്യാസി ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കൊരു ഈ കുഞ്ഞിരാമ മേനോൻ ഒരു താല്പര്യം തോന്നി. ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു സന്യാസിയാണ് എന്ന് കൂടെ നിന്ന് ആരോ അന്ന് ഈ കുഞ്ഞിരാമ മേനോനോട് പറഞ്ഞു. അതോടുകൂടി ഇദ്ദേഹത്തിന് വലിയ ആരാധനയായി ഈ സ്വാമിയോട്, നിർമ്മലാനന്ദ സ്വാമിയോട്. എന്നിട്ട് സ്വാമി ഊട്ടിയിൽ ചെന്നപ്പോൾ ഫേൺഹില്ലിലാണ് താമസം ഉണ്ടാക്കിയത്. ആ ഫേൺഹില്ലിൽ താമസിക്കുന്ന സ്ഥലത്ത് ഈ കുഞ്ഞിരാമ മേനോൻ ചെന്നിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വടകരയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്, വടകരയിലേക്ക് വരണം എന്ന് ക്ഷണിച്ചു. തിരുവിതാംകൂറിൽ പോകുമ്പോൾ വരാമെന്ന് പറഞ്ഞ്, അതായത് നേരത്തെ പറഞ്ഞ ആ തിരുവിതാംകൂറിലെ 3ാം സന്ദർശന സമയത്ത് അവിടെ പോകുമ്പോൾ വരാം എന്ന് പറഞ്ഞാണ് സ്വാമി വാക്ക് നൽകിയത്. തിരിച്ച് വടകരയിലെത്തിയ വക്കീൽ ചെയ്തത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വക്കീൽ തിരിച്ച് വടകരയിൽ വന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചും സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുമുള്ള ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്തു. കാരണം സ്വാമി വരുമ്പോൾ നാട്ടുകാർക്ക് ഇതാരാണെന്ന് മനസ്സിലാവാതെ പോകരുത്. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചും വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുമുള്ള അറിവ് ജനങ്ങളിൽ പകരുന്നതിന്, അതാണ് മലബാറിൽ ആദ്യമായിട്ട് പ്രചരിച്ച ആ ലഘുലേഖ. ഈ വിവേകാനന്ദ സാഹിത്യത്തെക്കുറിച്ച് പ്രചരിച്ച ആദ്യത്തെ ലഘുലേഖയാണ് ഈ കുഞ്ഞിരാമ മേനോൻ അന്ന് അച്ചടിച്ച് വിതരണം ചെയ്ത ലഘുലേഖകളാണ് വടകരയിൽ. അപ്പോൾ വടകരയിൽ ആകെ ഇത് വിതരണം ചെയ്തപ്പോൾ ആളുകളിലൊക്കെ ഇത് ഒരു പ്രചാരം, നോട്ടീസ് പോലെ ഒരു പ്രചാരം സൃഷ്ടിച്ചു. അങ്ങനെ മലബാറിലെ ആദ്യ സന്ദർശനമായി വടകരയിൽ സ്വാമി ട്രെയിനിൽ ഇറങ്ങുന്നത് 1912 സെപ്റ്റംബർ 1 എന്ന് വേണമെങ്കിൽ കരുതാം. ആ ഡേറ്റ് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഏതായാലും സെപ്റ്റംബർ 12 ശേഷം തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പായതുകൊണ്ട് തീർച്ചയായും ആ തുടക്കത്തിൽ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1912 സ്വാമിജി സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് മലബാറിൽ കാലുകുത്തുന്നത്. ഈ വിധത്തിലാണ്. പിന്നെ അവിടെ കോഴിക്കോട്, കൊയിലാണ്ടി, തലശ്ശേരി ഈ നോട്ടീസ് വിതരണം ചെയ്തതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് ഇത് സംബന്ധിച്ചൊരു നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഈ തലശ്ശേരി മറ്റ് സ്ഥലങ്ങളിൽ എല്ലായിടത്തു നിന്നുള്ള മലബാർ മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അന്ന് ആളുകൾ അവിടെ വന്ന് കൂടി ഈ സ്വാമിയെ കാണാനായിട്ട് എത്തിയിരുന്നു. അപ്പം കോഴിക്കോട്ട് വരാനൊരു കാരണം, അപ്പം കോഴിക്കോട്ടേക്ക് ഇദ്ദേഹം ഇത്രയും ഭാഗത്തുനിന്ന് വന്ന സന്ദർഭത്തിൽ കോഴിക്കോട്ട് വരാനൊരു കാരണമുണ്ട്. കാരണം കോഴിക്കോട്ട് വരാനൊരു കാരണം, കോഴിക്കോട്ട് എന്നുള്ള ആളുകൾ വന്നപ്പോൾ സ്വാമിയെ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുകയുണ്ടായി. അപ്പം കോഴിക്കോട്ട് വരാനൊരു കാരണമുള്ളത്, സ്വാമി വടകരയിൽ വന്ന അവസരത്തിൽ കോഴിക്കോട്ട് വന്ന ഒരാൾ സ്വാമിയെ പ്രത്യേകം ക്ഷണിച്ചു. വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ കോഴിക്കോട്ട് നിന്ന് വന്ന, ഈ തലശ്ശേരി എല്ലായിടത്തു നിന്നും ആളുകൾ വന്നിരുന്നു, അപ്പോൾ കോഴിക്കോട്ട് നിന്ന് വന്ന ഒരാൾ പ്രത്യേകം കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചു. ഈ ക്ഷണിക്കാൻ വന്നയാൾ കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന വി രാജഗോപാലൻ തമ്പാൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു, പോലീസുകാരനായിരുന്നു അവിടുത്തെ. ഇദ്ദേഹം കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടാണ് ഈ രാജഗോപാലൻ തമ്പാൻ. അദ്ദേഹം പറഞ്ഞയച്ച ഒരു പ്രതിനിധിയാണ് സ്വാമിയെ പോയി ക്ഷണിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ സ്വാമി വിവേകാനന്ദൻ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ സന്ദർഭത്തിൽ ആദ്യം നൽകിയ ഭിക്ഷയെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആ ഭിക്ഷയുടെ പ്രാധാന്യം ഇവിടെയാണ് വരുന്നത്. മലബാറിൽ സ്വാമി നിർമ്മലാനന്ദ സ്വാമി വന്നിറങ്ങിയ സമയത്ത് ഈ ക്ഷണിക്കാനായിട്ട് പറഞ്ഞയച്ച കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വി രാജഗോപാലൻ തമ്പാൻ്റെ അച്ഛനാണ് സ്വാമി വിവേകാനന്ദൻ ആദ്യമായിട്ട് ഷൊർണൂരിൽ ഭിക്ഷ നൽകിയത്. അതാണ് ആ ഒരു കണക്ഷൻ വരുന്ന അവിടെയാണ്. അപ്പോൾ ഈ കോഴിക്കോട്ടെ ഈ പോലീസ് സൂപ്രണ്ട് വിളിക്കാൻ കാരണം, ഈ രാജഗോപാലൻ തമ്പാൻ്റെ അമ്മയ്ക്ക് അന്ന് ഈ കഥ അറിയാമായിരുന്നു. കാര്യം അടുത്ത വർഷം ചിക്കാഗോ പ്രസംഗത്തിൻ്റെ പ്രചരണം കിട്ടിയ സമയത്ത് ആ വാർത്തകൾ കേട്ടപ്പോഴാണ് രാജഗോപാലൻ തമ്പാൻ്റെ അമ്മ തൻ്റെ ഭർത്താവാണ് പോയി ആദ്യ ഭിക്ഷ നൽകിയ ആ വ്യക്തി. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനുള്ള സാധ്യത ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ രാജഗോപാലൻ തമ്പാന് തോന്നി തൻ്റെ അമ്മയ്ക്ക്
വിവേകാനന്ദ സ്വാമിയെ കാണാനോ പറ്റിയില്ല. എന്നാൽ വിവേകാനന്ദ സ്വാമിയുടെ സഹചാരിയായിരുന്ന നിർമ്മലാനന്ദ സ്വാമിയെ എങ്കിലും കാണിച്ചു കൊടുക്കാം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ആളെ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് വിളിച്ചത്. അങ്ങനെ അന്ന് അവിടെ കോഴിക്കോട്ടേക്ക് വന്ന് നിർമ്മലാനന്ദ സ്വാമി ഈ കഥയെല്ലാം അറിഞ്ഞ് വളരെ സന്തോഷവാനായി. ഈ രാജഗോപാലൻ തമ്പാൻ്റെ അമ്മയുടെ അടുത്ത്, അത് കൊല്ലങ്കോടാണ് അമ്മ താമസിക്കുന്നത്, കുടുംബ വീട്. അങ്ങനെ കൊല്ലങ്കോട്ട് പോയി അവിടെ സന്ദർശിച്ച് ആ കൊല്ലങ്കോട് പോയതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഭജന സംഘം രൂപീകരിച്ചു. അങ്ങനെ ഒരു സന്ദർഭം മലബാറിൻ്റെ ചരിത്രത്തിൽ വളരെ രസകരമായ ഒരു സന്ദർഭം കൂടെ. അങ്ങനെയാണ് മലബാറിലെ ആദ്യത്തെ സന്ദർശനം നടക്കുന്നത്. അനീഷ, ഇത് സമയം എങ്ങനെയാണ് ഞാനീ പറയുന്നതിൻ്റെ സമയം? അല്ല, നമ്മുടെ സമയം അനുസരിച്ച് ഞാനിത് നിർത്താം. എപ്പോഴാണ് നിർത്തേണ്ടതിൻ്റെ ഒരു ടൈം പറയാമെങ്കിൽ അതനുസരിച്ച് നിർത്താം. ഓക്കെ, ശരി. കാര്യം അതനുസരിച്ച് ഞാനത് പറഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് നിർത്തുമ്പോൾ അത് വല്ലാതായി പോകും. അപ്പോൾ 4:20 ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മലബാറിലെ ആദ്യത്തെ സന്ദർശനം ഉണ്ടാകുന്നതും മലബാറിൽ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരറിവ് ആ ലഘുലേഖകളിലൂടെ സംഭവിക്കുന്നത്. ഞാനിവിടെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഇത് 1912 നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ 15 വരെ കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയാണിത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ കേരളത്തിൽ അതിൻ്റെ സാമൂഹിക തലങ്ങളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ആ രീതികളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വന്നതോ ആശ്രമം പണിഞ്ഞതോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ രീതികൾ, അവർ സ്വീകരിച്ച രീതികൾ എന്താണ്, ആ രീതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും ഇത്രയും വർഷം കഴിഞ്ഞിട്ട്, നമ്മളിനി എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഈ തിരിച്ചറിവിലേക്ക് വരാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഘടന ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 12 ഈ വന്ന വഴിയിൽ സ്വാമിജി ആദ്യമായിട്ട് മലബാറിൽ ഇറങ്ങിയ ആ സന്ദർഭം കഴിയുന്നു. വീണ്ടും തിരിച്ച് തിരുവിതാംകൂറിലേക്ക് ആ യാത്ര തുടരുന്നു. അങ്ങനെ 1912 സെപ്റ്റംബർ 12 ഹരിപ്പാട്ട് തിരുവല്ലയിലും വന്ന് സ്വാമിജി ഈ തറക്കല്ലിട്ടതിൻ്റെ ആ ഒരു ചടങ്ങെല്ലാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 1900 പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് സ്വാമിജി വീണ്ടും തിരുവിതാംകൂറിൽ വരുന്നത്. 1913 പിന്നെ തിരുവിതാംകൂറിൽ വീണ്ടും അടുത്ത യാത്ര വരുന്നത്. അങ്ങനെ ഹരിപ്പാട്ടും ആദ്യത്തെ ആശ്രമം ഹരിപ്പാട്ട് 1913 മെയ് 4 ആദ്യത്തെ ആശ്രമം ഹരിപ്പാട്ടും അതിൻ്റെ 9-ാം തീയതി 2-3 ദിവസം കഴിഞ്ഞ് 9-ാം തീയതി തിരുവല്ലയിലും പ്രതിഷ്ഠ നടത്തി. അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ 2 ആശ്രമങ്ങൾ ഉണ്ടാകുന്നത് 1912 തിരുവല്ലയും ഹരിപ്പാട്ടും. ആദ്യത്തെ ഹരിപ്പാട്, രണ്ടാമത്തെ തിരുവല്ല. അങ്ങനെ അവിടെയും വടകരയിലെ പോലെ, അതായത് ഈ 1914 പിന്നീട് നമ്മൾ ഈ കഥ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം 12 ഈ 13 ഈ തിരുവല്ലയിലെയും ഹരിപ്പാട്ടെ ആശ്രമം സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം 14 സ്വാമി വീണ്ടും പാടുന്നത്. അപ്പോൾ സ്വാമി എല്ലാ വർഷവും ഒരു കേരള സന്ദർശനം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. 14 സെപ്റ്റംബറിൽ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ്, കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 14 സെപ്റ്റംബറിൽ വടകരയിലാണ് വരുന്നത്. അപ്പോൾ വടകരയിലും ഒരു വക്കീൽ VK നാരായണൻ നായർ, ഇതാണ് ഞാനീ പറഞ്ഞത്, എല്ലായിടത്തും വക്കീലന്മാരാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ഇപ്പം നേരത്തെ കണ്ട സുബ്ബരായൻ വക്കീലായാലും വടകരയിലേക്ക് വിളിച്ചിരുന്നതും വക്കീലാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു VK നാരായണൻ നായർ വക്കീൽ വടകരയിലേക്ക് ഒരു വക്കീലായിരുന്ന കാരണം വക്കീൽ നാരായണൻ നായരായിരുന്നു. ഒറ്റപ്പാലം എന്ന സ്ഥലത്തിൻ്റെ പ്രകൃതി രമണീയത വർണ്ണിച്ചാണ് സ്വാമിയെ വിവരം അറിയിച്ചത്. ഈ വടകരയിലുള്ള വക്കീൽ VK നാരായണൻ നായർ 1914 സ്വാമിയെ ക്ഷണിക്കുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ ഒരു പ്രകൃതി വർണ്ണന നടത്തി. കാര്യം ഒറ്റപ്പാലത്ത് വരാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ നാരായണൻ നായരുടെ വീട്ടിലേക്ക് ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തെക്ക് കിഴക്കായി പാലപ്പുറത്തിനടുത്ത് എർക്കാട്ടിരി എന്നൊരു ഗ്രാമം,
ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപം പാലപ്പുറം എന്നുള്ള ആ ഭാഗത്തിനടുത്ത് എർക്കാട്ടിരി എന്നൊരു ഗ്രാമത്തിലേക്കാണ് നിർമ്മലാനന്ദ സ്വാമിയെ ക്ഷണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രമം കണ്ടപ്പോൾ നിർമ്മലാനന്ദ സ്വാമിക്ക് തോന്നി അവിടെ ഒരു ആശ്രമം പണിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു സ്വാമി. പിന്നീട് അവിടെ ഒരു ആശ്രമം പണിയുന്ന ആഗ്രഹമേ ഉണ്ടായുള്ളൂ, അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ഈ സ്ഥലം കണ്ടപ്പോൾ, ഇതിൻ്റെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലം കണ്ടപ്പോൾ നിർമ്മലാനന്ദ സ്വാമിക്ക് തോന്നി ഇവിടെ ഒരു ആശ്രമം വേണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അവിടെ ഒരു സ്ഥലം അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അവിടുത്തെ ഒരു ശ്രീരാമകൃഷ്ണ സംഘം ആദ്യം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കമലാലയം പ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്സും അതിൻ്റെ ഒരു കെട്ടിടം, 2 നില കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള മുറിയിലാണ് ഈ ശ്രീരാമകൃഷ്ണ സംഘം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ 1914 ഒറ്റപ്പാലത്ത് വന്നത് മുതൽ എല്ലാ വർഷവും അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഈ സ്ഥലത്ത് വന്ന് ഈ സംഘാംഗങ്ങളുമായിട്ട് സത്സംഗം നടത്തുന്നത് പതിവുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ സ്ഥലം നോക്കിയപ്പോൾ അവിടെ നമ്പൂതിരിമാർ ക്ഷേത്രം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഒരു കെട്ടിടവും സ്ഥലവും അവിടെ കണ്ടെത്തി. അന്നത്തെ നമ്പൂതിരിമാർ അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലമായിരുന്നു. അവിടെ 4.5 ഏക്കറായിരുന്നു ആ സ്ഥലം. അപ്പം നമ്പൂതിരിമാർ സ്വാമി അവിടെ വന്നിറങ്ങിയപ്പോൾ ഈ സ്ഥലമാണ് വാങ്ങി ഒരു ആശ്രമം പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണെന്ന് കണ്ടപ്പോൾ നമ്പൂതിരിമാർ സ്വാഭാവികമായി ചോദിച്ചു, അങ്ങയുടെ ജാതി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, സന്യാസിമാർക്ക് ജാതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് പറഞ്ഞു, എന്നാൽ അങ്ങയുടെ അച്ഛൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ശ്രീരാമകൃഷ്ണ പരമഹംസനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈശ്വരൻ്റെ ആ പേര് പറഞ്ഞതോടുകൂടി നമ്പൂതിരിമാർ അതോടുകൂടി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. സ്വാമിയോട് ആ 4.5 ഏക്കർ സ്ഥലം ആശ്രമം പണിയുന്നതിന് വേണ്ടിയിട്ട് 1914 ആ സ്ഥലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ 14 ആ സ്ഥലം കൊടുത്തെങ്കിലും 12 വർഷം കഴിഞ്ഞ് 1926 നിരഞ്ജനാനന്ദാശ്രമം ഒറ്റപ്പാലത്ത് വരുന്നത്. 1926 ഡിസംബർ 10 അപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പം അങ്ങനെയാണ് 1914 അവിടെ സ്ഥലം കണ്ടെത്തുകയും 26 ആശ്രമം വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 15 മുമ്പാണ് ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ 15 വരെ നടന്ന പ്രവർത്തനങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മളിത് 14 വരെ എത്തിയപ്പോൾ ഒറ്റപ്പാലത്ത് ഒരു സ്ഥലം കണ്ടെത്തുന്നത് വരെയും അത് ആ സ്ഥലം തീരാധാരം എഴുതി വാങ്ങുന്നത് വരെയുമുള്ള സന്ദർഭമെത്തി. പക്ഷേ ക്ഷേത്രം ആശ്രമം പണിയുന്നത് 26 പക്ഷെ 14. അപ്പോൾ 14 വരെയാണ് നമ്മൾ. ഇപ്പോൾ നേരത്തെ വടകര കഴിഞ്ഞു, ഇപ്പോൾ അതേ ഒറ്റപ്പാലത്തേക്ക് എത്തി. ഇനി വരുന്നത് കൊയിലാണ്ടിയിലേക്കാണ്. അപ്പോൾ കൊയിലാണ്ടിയിലെ ഇത് പറയുമ്പോൾ അത് രസകരമായിട്ടൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വടകരയിൽ വച്ച് സ്വാമി വന്ന അവസരത്തിൽ അവിടെ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ്, അതാണ് എല്ലായിടത്തും അഡ്വക്കേറ്റന്മാരാണ് ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണുകൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റന്മാരാണ്, വക്കീലന്മാരാണ്. അപ്പം അന്ന് സാമൂഹിക തലത്തിൽ ഏറ്റവും കൂടുതൽ പിൻബലമുള്ളത് വക്കീലന്മാർക്കായതുകൊണ്ടാണ്. അതായിരിക്കാം ഈ വക്കീലന്മാരിങ്ങനെ വരാൻ കാരണം. എല്ലായിടത്തും അതെ, വക്കീലന്മാരാണ്. എല്ലാ സ്ഥലത്തും സ്ഥലം ഒന്നാമത് ഈ സ്ഥലം കൈമാറ്റം ചെയ്യുക, തീരാധാരം എഴുതുക, ഇതിനെല്ലാം വക്കീലിൻ്റെ ഒരു സഹായം വേണം നിയമപരമായി. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ വക്കീലന്മാരാണ് ഇതിന് മുഴുവൻ തീരുമാനമെടുത്തത്. ഞാൻ ഈ വക്കീലന്മാരുടെ കാര്യം പറയുമ്പോൾ തിരുവല്ലയിലെ ഒരു മുൻകഥ, ഈ 1911 തിരുവല്ലയിൽ നടന്ന സംഭവം കൂടെ ഒന്ന് പറയാം. 11 തിരുവല്ലയിൽ ശ്രീരാമകൃഷ്ണ ഈ സംഘം, അന്ന് ആശ്രമം വന്നിട്ടില്ല, 11 ഈ സംഘം രൂപീകരിച്ചപ്പോൾ ആളുകൾ ആരും വരൂല. കാര്യം ആര് വരാൻ, ആർക്കും അറിയില്ലല്ലോ ശ്രീരാമകൃഷ്ണ ദേവൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ സംഘം രൂപീകരിച്ചപ്പോൾ ആരും വന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വക്കീൽ നാരായണപിള്ള, മുൻസിഫാണ്, വക്കീലുമല്ല, മുൻസിഫാണ്. ഈ മുൻസിഫ് നാരായണപിള്ളയാണ് ഇതിന് മുൻകൈ എടുത്തത്. ഉടൻ മുൻസിഫ് നാരായണപിള്ള ഒരു ഓർഡർ ഇട്ടു കോടതിയിൽ. അതായത് എല്ലാ ഞായറാഴ്ചയും കോടതിയിലെ എല്ലാ ജീവനക്കാരും വക്കീലന്മാരും മുൻസിഫിൻ്റെ വീട്ടിൽ വന്നോളണം. ഓർഡറാണ്, ആജ്ഞ, ഗവൺമെൻറ് ഓർഡർ പോലെയാണ്. പിന്നെ നിവൃത്തിയില്ല. അങ്ങനെ ഈ എല്ലാ ഞായറാഴ്ചയും തിരുവല്ലയിലെ വക്കീലന്മാരും ബെഞ്ച് ക്ലാർക്കുമാരും കോടതി ഉദ്യോഗസ്ഥന്മാരും മുഴുവനും ഈ
മുൻസിഫിൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി. അങ്ങനെ മുൻസിഫിൻ്റെ വീട്ടിൽ വന്ന് അവിടെയാണ് ശ്രീരാമകൃഷ്ണ ഭക്തസംഘം രൂപീകരിച്ച് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്നവർ മുഴുവനും മുൻസിഫിൻ്റെ ആജ്ഞ കേട്ട് വന്ന വക്കീലന്മാരാണ്, അല്ലാതെ അവർക്ക് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തോട് താല്പര്യം ഉണ്ടായിട്ടല്ല. അപ്പോഴാണ് മുൻസിഫിന് തന്നെ പിന്നീട് തോന്നിയത്, ഇങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. കാര്യം ആളുകളെ ഓർഡർ ഇട്ട് നിയമത്തിൻ്റെ പേരിൽ പിടിച്ചിരുത്തി ഒരിക്കലും ഒരു സത്സംഗം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെന്താണ് ഒരു മാർഗം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നീലകണ്ഠ ഭക്തൻ, നീലകണ്ഠ ഭക്തൻ. ഈ നീലകണ്ഠ ഭക്തന് ഭാഗവതം വായിക്കാൻ അറിയാം. നോക്കൂ, ഈ 1911 ശ്രീരാമകൃഷ്ണ സംഘം രൂപീകരിക്കുമ്പോൾ ഇവർക്ക് പരസ്പരം ആ സംഘത്തിൽ വായിക്കാനൊരു പുസ്തകം പോലുമില്ല. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പോലുമില്ല. ആ ചരിത്രം പറഞ്ഞു കൊടുക്കാനോ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഒരു സാധ്യതയുമില്ല. അങ്ങനെ പേര് ശ്രീരാമകൃഷ്ണ സംഘമാണെങ്കിലും അവിടുത്തെ വായന മുഴുവനും ഭാഗവതമായിരുന്നു. അതിനാണ് ഈ നാരായണപിള്ള എന്ന് പറയുന്ന ഭക്തനെ വിളിച്ചുകൊണ്ട് വന്നത്. ഭക്തൻ, നീലകണ്ഠ ഭക്തൻ എന്ന പേരുള്ള പിന്നീട് പുരുഷോത്തമാനന്ദ സ്വാമികളായി മാറിയ ആ നീലകണ്ഠ ഭക്തനെ വിളിച്ചുകൊണ്ട് വന്നത് ഈ മുൻസിഫ് തൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ഭാഗവതം വായിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഭാഗവത കഥകൾ വായിക്കുന്നത് കേട്ട് രസം കൊണ്ട ആൾക്കാരാണ് പിന്നീട് ആ സംഘത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നീട് വക്കീലന്മാരോടും കോടതിയിലെ ജീവനക്കാരോടും പറഞ്ഞു, ഇനി നിങ്ങൾ നിർബന്ധപൂർവ്വം വരണമെന്നില്ല. പക്ഷേ കുറേ പേരൊക്കെ ഈ ഭാഗവത കഥ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഭാഗവത കഥയുടെ കാര്യത്തിലല്ല. നോക്കൂ, വായിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഒരു പുസ്തകം പോലുമില്ലാത്ത കാലഘട്ടം എന്നുള്ളതിൻ്റെ വലിയ തെളിവാണിത്. അപ്പോൾ ഇതേ സാഹചര്യമാണ് ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് വക്കീലായിരുന്ന കെ കൃഷ്ണൻ നായർ ഇപ്പോൾ വടകരയിലും അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്തും എല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ട് കൊയിലാണ്ടിയിലേക്കും വരുന്നതിൻ്റെ ഒരു കഥ വരുന്നത്. അവിടെയും ഒരു വക്കീൽ കൃഷ്ണൻ നായർ, അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു യോഗമഠം, കൊയിലാണ്ടിയിൽ ഒരു യോഗമഠം എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ശ്രീരാമകൃഷ്ണ മഠത്തിനായിട്ട് മാറ്റാനായിട്ട് ഈ വക്കീൽ ശ്രമിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് വേണ്ടി നിശ്ചയിച്ചതായിരുന്നു ഈ കൊയിലാണ്ടിയിലെ ഈ മഠം. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി നാട്ടുകാർ നിശ്ചയിച്ച് വച്ചിരുന്നതാണ് ഈ മഠം. അവിടെയാണ് ഈ വക്കീൽ കൃഷ്ണൻ നായർ കയറി ഇടപെട്ടിട്ട് അത് ശ്രീരാമകൃഷ്ണ ആശ്രമമായി മാറ്റാനുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നത്. അപ്പോൾ വടകരയിൽ സ്വാമിയെ കണ്ട കാര്യങ്ങൾ കൊയിലാണ്ടിയിൽ വന്ന് നാട്ടുകാരെ അറിയിച്ചു. അപ്പോൾ കൊയിലാണ്ടിയിലും ഈ കഥ മുഴുവൻ മുൻകൂട്ടി ഈ വക്കീൽ കൃഷ്ണൻ നായർ നാട്ടുകാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. കാരണം ഈ മഠം, യോഗമഠം സ്വീകരിച്ച് അവിടെ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കണമെന്ന് ആളുകളോട് പറയണമെങ്കിൽ ആരാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയണം. അപ്പോൾ വടകരയിൽ പോയി കണ്ടതിൻ്റെ ആ അനുഭവം വെച്ച്, നിർമ്മലാൻ സ്വാമിയായിട്ട് സംസാരിച്ചതിൻ്റെ പരിചയം വെച്ച് ഈ വക്കീൽ കൃഷ്ണൻ നായർ കൊയിലാണ്ടിയിൽ വന്ന് നാട്ടുകാരുടെ ഇടയിൽ മുഴുവനും ശ്രീരാമകൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് നാട്ടുകാർക്കിതിൽ ബോധ്യം വന്നത്, ഈ കൊയിലാണ്ടിയിലും നമുക്ക് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം വേണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ 1914 ഏപ്രിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി ഈ വക്കീൽ. പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് ഈ പൊതുയോഗം വേണം ഇനി തീരുമാനിക്കാൻ മഠം കൈമാറണോ വേണ്ടയോ. കാര്യം ഒരു പൊതുയോഗ തീരുമാനം അനുസരിച്ചാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പൊതുയോഗത്തിൽ അഭിപ്രായം സ്വരൂപിച്ചാണ് 2 മാസം കഴിഞ്ഞ് ജൂണിൽ തന്നെ ആധാരം എഴുതി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എന്നാൽ 1 വർഷം കഴിഞ്ഞ് 1915 സ്വാമി പിന്നെ എത്തിയത്. ഈ 14 ആധാരം എഴുതി ഈ മഠത്തിൻ്റെ യോഗമഠം, കൊയിലാണ്ടിയിലെ യോഗമഠത്തിൻ്റെ രജിസ്റ്റർ എഴുതി തീറാധാരം എഴുതിയെങ്കിലും സ്വാമി അവിടെ, നിർമ്മലാൻ സ്വാമി അവിടെ വരുന്നത് 15 1 വർഷം കൂടെ കഴിഞ്ഞാണ്. അങ്ങനെ 1915 ശ്രീരാമകൃഷ്ണാശ്രമത്തിലേക്ക് നിർമ്മലാൻ സ്വാമി വരുന്നതിന് തൊട്ട് മുമ്പ് ഈ 14 തീറാധാരം എഴുതിയ ശേഷം പിന്നീടുണ്ടായിരുന്ന 1 വർഷത്തേക്ക്, അതായത് സ്വാമി വരുന്നത് വരെ, 15 വരുന്നത് വരെയുള്ള 1 വർഷത്തേക്ക് ഈ മഠത്തിൻ്റെ ചുമതല നിർവഹിക്കാനായിട്ട് സ്വാമി നിയോഗിച്ചത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നീലകണ്ഠപിള്ളയാണ്, നീലകണ്ഠ ഭക്തനെയാണ്. തിരുവല്ലയിൽ ഈ ഭാഗവത കഥ വായിച്ചുകൊണ്ടിരുന്ന നീലകണ്ഠ ഭക്തനെയാണ് കൊയിലാണ്ടിയിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സ്വാമി മുൻ അറിയിച്ചത്. അങ്ങനെ 15 സ്വാമി വരുന്നത് വരെ, അതായത് 1915 മാർച്ച് 3 കൊയിലാണ്ടിയിലെ ആ മഠത്തിൽ മലബാറിലെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തി. അപ്പം മലബാറിൽ ആദ്യം വരുന്നത് വടകര, ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തുന്നത് കൊയിലാണ്ടിയിൽ 1915 മാർച്ച് 3.
ഇതാണ് മലബാറിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില ഘടനകൾ കടന്നു വരുന്നത്. അപ്പോൾ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവത് കൃപയാണ് ഒരാശ്രമം ഉണ്ടാകുന്നത്. അത് ഭഗവാന്റെ കൃപ തന്നെ വേണം. അപ്പോൾ ഇതുവരെ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിലെ മുഴുവൻ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എവിടെ ചെന്നാലും അവിടെ ഒരു ആശ്രമത്തിന് പറ്റിയ മണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് സ്വാമി പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെ തിരിച്ചറിയപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ആശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ പട്ടാമ്പിയിൽ സ്വാമി ഒന്ന് ചെന്നു. പട്ടാമ്പിയിൽ ചെന്ന് അവിടുത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോഴും ഒരു പറമ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കെട്ടിടം സ്ഥാപിക്കാം, നമുക്കിവിടെ ആശ്രമം പണിയാമെന്ന് പറഞ്ഞപ്പോൾ സ്വാമി എടുത്ത വഴി പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഇവിടെ ആശ്രമം നടക്കുമെന്ന് തോന്നുന്നില്ല, ഇത് ഭാവിയിൽ ഒരു ക്ലബ്ബായി മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് ഭവിച്ചു. അങ്ങനെ പട്ടാമ്പിയിൽ ആ പറഞ്ഞ സ്ഥലത്ത് പിന്നീട് ഈ ഉന്നതരായ നമ്മൾ ഈ ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രമുഖരായ ആളുകൾക്ക് കൂട്ടം കൂടാനുള്ള ഒരു ക്ലബ്ബായി ഒരു ക്ലബ്ബ് കെട്ടിടമാണ് അവിടെ ഉണ്ടായത്. അതാണ് സ്വാമി ഒരു സ്ഥലം കാണുമ്പോൾ അത് ആശ്രമത്തിന് പറ്റിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഭാവിയിൽ അതിന് സാധ്യമല്ലെങ്കിൽ ആ സ്ഥലം എന്തായിത്തീരുമെന്നും സ്വാമി പറയാറുണ്ട്. അപ്പം ഇതാണ് ഒരു ആ സാഹചര്യങ്ങളുടെ ഒരു ഓരോ നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു വലിയ പ്രചാരത്തിൻ്റെ പല പല ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ 1915 മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത്, ഇന്ന് നമ്മളെല്ലാം വായിക്കുന്ന പ്രബുദ്ധ കേരളം 1915. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1915 എന്ന് പറയുന്നിടത്താണ് കേരളത്തിൻ്റെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആദ്യം സംഭവിക്കുന്നത് 1915 കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തതുമായ ഒരു സംഭവമാണ് പ്രബുദ്ധ കേരളത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതും 1915. അതിൻ്റെ കാരണം ഈ നിർമ്മലാനന്ദ സ്വാമി എല്ലായിടത്തും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ വരുന്ന ഇതിൻ്റെ ശ്രമക്കാരെല്ലാം വക്കീലന്മാരും ഡോക്ടർമാരും ഒക്കെയാണ്. അപ്പോൾ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളാണ്. അവരും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും, അവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ സാധാരണക്കാർക്ക് ഇതെങ്ങനെ മനസ്സിലാവും? അപ്പോൾ സാധാരണക്കാർക്ക് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചും ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥകളെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മാർഗം ഒരു മാസിക തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് എന്നുദ്ദേശിച്ചാണ് പ്രബുദ്ധ ഭാരതം എന്നുള്ള ആ പ്രസിദ്ധീകരണത്തിൻ്റെ ചുവട് പിടിച്ച് അതൊന്ന് 1915 കൊല്ലത്ത് നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഈ പ്രബുദ്ധ കേരളം കൊല്ലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതോടുകൂടി ഏതാണ്ട് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളുടെ ഒരു അടിത്തറ പൂർണ്ണമായിട്ടും രൂപീകൃതമായി എന്ന് പറയാം. അതായത് 1911 മുതൽ 1915 വരെയുള്ള സന്ദർഭം എടുത്താൽ 6 തവണയാണ് സ്വാമി ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത്. 6 തവണ. ഈ 6 തവണത്തെ സന്ദർശനമാണ് കേരളത്തിൻ്റെ ഈ അടിത്തറ എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി രൂപപ്പെട്ടത്. കന്യാകുമാരി മുതൽ മലബാർ വരെ സ്വാമി സഞ്ചരിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര നടന്നപ്പോഴാണ് ഈ 6 തവണത്തെ സന്ദർശനങ്ങളുടെ പ്രഭാഷണ പരമ്പര സ്വാമി തിരിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് കൂടുതൽ ജനങ്ങളിൽ എത്താനായിട്ട് ഒരു സാഹിത്യം മനസ്സിലാകണമെങ്കിൽ, രാമകൃഷ്ണ സാഹിത്യം മനസ്സിലാകണമെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വേണം എന്ന് വിചാരിച്ച് അങ്ങനെ വിജയദശമി നാളിൽ കൊല്ലത്ത് നിന്ന് ഈ പ്രബുദ്ധ കേരളം ആരംഭിക്കുകയാണ്. 1911 മുതൽ 15 വരെയുള്ള 4 വർഷത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ കേരളത്തിൻ്റെ ഏതാണ്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ശക്തമാക്കിയതിൻ്റെ ഒരു ഘടനയാണ് ഇത്രയും നമ്മൾ കണ്ടറിഞ്ഞത്. പിന്നീട് ഒരു സംഭവം കൂടെ നടക്കുന്നത് 1919 1919 നിർമ്മലാനന്ദ സ്വാമികൾ കടത്തനാട് വരികയാണ്. രായരോത്ത് കുന്നിയൂർ ഭവനമാണ് സന്ദർശിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ അങ്ങേ തലക്കൽ വരെ എത്താറായി. ആ 19 അവിടെ വരുന്നത്. അപ്പോൾ കടത്തനാട്ട് രായരോത്ത് കുന്നിയൂർ ഭവനത്തിൽ വന്നത് മലയാള സാഹിത്യത്തിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്.
കാരണം മഹാകവി കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിൻ്റെ വീട്ടിലാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്ദേശവുമായിട്ട് നിർമ്മലാൻ സ്വാമി എത്തുകയും ഈ കുട്ടമത്ത് കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് ശ്രീരാമകൃഷ്ണ ഭക്തനായിരുന്നു. അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്ന് നമുക്കറിയാം. അത് ഇന്ന് വേണ്ട വിധം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു കഥ കൂടെ ഞാൻ ഈ കുഞ്ഞിക്കുറുപ്പുമായിട്ട് മഹാകവി കുട്ടമത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് 1919 വരെ ഉള്ള ഈ സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണ ചരിത്രത്തിൻ്റെ ഒരു വലിയ കാലം, അതായത് വലിയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം വരുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ അടിത്തറയുടെ കഥയാണ് ഇത്രയും നേരം പറഞ്ഞത്. ഈ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വ്യക്തിപരമായി എൻ്റെയും കൂടെ ഒരു അനുഭവമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം മഹാകവി ഈ കുട്ടമത്ത് കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പിൻ്റെ കടത്തനാട്ടുള്ള രായരോത്ത് കുന്നിയൂർ ഭവനത്തിൽ സ്വാമി വന്ന് ശ്രീരാമകൃഷ്ണദേവൻ വന്നു. അപ്പോൾ നിർമ്മലാൻ സ്വാമി വന്നു. അപ്പോൾ അങ്ങനെ ശ്രീരാമകൃഷ്ണ ഭക്തനായ ആ മഹാകവി കുട്ടമത്ത് ബ്രഹ്മാൻ സ്വാമികൾ എഴുതിയ ശ്രീരാമകൃഷ്ണ ഉപദേശങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു കവിത പുസ്തകം എഴുതി, ഒരു ഗ്രന്ഥം, ഒരു കവിതാരചന നടത്തി. ഒരു കവിതയല്ല, ഒരു കാവ്യഗ്രന്ഥം എഴുതി. ബ്രഹ്മാൻ സ്വാമികൾ എഴുതിയ ശ്രീരാമകൃഷ്ണ ഉപദേശങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത കണ്ടന്റ് ഉപയോഗിച്ചിട്ട്, അതായത് വചനാമൃതത്തിൽ ഈ പറയുന്ന ശ്രീരാമകൃഷ്ണ ഉപദേശങ്ങൾ, ഇന്ന് നമ്മൾ വചനാമൃതത്തിൽ പലയിടത്തായിട്ട് കാണുന്ന ശ്രീരാമകൃഷ്ണ ഉപദേശങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ലൊരു കാവ്യഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ശ്രീരാമകൃഷ്ണ ഗീത. ഈ ശ്രീരാമകൃഷ്ണ ഗീതയുടെ പ്രാധാന്യം കൂടെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു ബന്ധമുള്ളതുകൊണ്ട് ഇവിടെയാണ് ഞാനത് പറയുന്നത്. ഈ മഹാകവി കുട്ടമത്തിൻ്റെ കൃതികളെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് NBS, നമ്മുടെ സാഹിത്യ പരിഷത്ത്, NBS ഒരു വലിയ ഗ്രന്ഥം, ഇതെല്ലാം കൂടെ ഈ കുട്ടമത്തിൻ്റെ മുഴുവൻ കൃതികളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. കുട്ടമത്തിൻ്റെ കൃതികൾ എന്നും പറഞ്ഞ് NBS ഒരു വലിയ പുസ്തകം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുറത്തിറക്കി. ഇത് പുറത്തിറക്കിയപ്പോൾ അവരൊഴിവാക്കിയ ഒരേ ഒരു കവിത അല്ലെങ്കിൽ കാവ്യം ശ്രീരാമകൃഷ്ണ ഗീതയായിരുന്നു. അത് അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അത് ഉൾപ്പെടുത്താതെ പോയത് കൊണ്ട് അന്ന് തിരുവല്ലയിൽ ഉണ്ടായിരുന്ന നിരഞ്ജനാൻ സ്വാമിക്ക് വലിയ സങ്കടം വന്നിട്ട് നിരഞ്ജനാൻ സ്വാമി ഈ ശ്രീരാമകൃഷ്ണ ഗീത മാത്രമായി എടുത്തുകൊണ്ട് അത് പ്രത്യേക പുസ്തകമായിട്ട് തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. പിന്നീട് അത് 1915 1919 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം 1925 അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആ പുസ്തകം കാണാതെ പോയി, അല്ലെങ്കിൽ ആ പുസ്തകം പിന്നീട് പ്രചാരത്തിൽ വന്നില്ല, ശ്രീരാമകൃഷ്ണ ഗീത. പിന്നീട് 86 നമുക്കെല്ലാം അറിയാം, ഗോലോകാൻ സ്വാമി കൊയിലാണ്ടി ആശ്രമത്തിൽ ഇരിക്കെ ഗോലോകാൻ സ്വാമിയാണ് രണ്ടാമതും ഈ ശ്രീരാമകൃഷ്ണ ഗീത പ്രസിദ്ധീകരിക്കുന്നത്. ആ കൃതിയും ആ പുസ്തകങ്ങളും പിന്നീട് ഇല്ലാതെ പോയി. കാര്യം അതിൻ്റെ ഔട്ട് ഓഫ് പ്രിൻ്റായി, പലരുടെ കയ്യിലും അതില്ലാതായി. ആകെ ഒരു കോപ്പി ചെതലെടുത്തത് ഗോലോകാൻ സ്വാമിയുടെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഗോലോകാൻ സ്വാമി എന്നോട് ഒരിക്കൽ പറഞ്ഞു, അത് 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഈ ശ്രീരാമകൃഷ്ണ ഗീത ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പം ഞാനൊന്ന് പത്രപ്രവർത്തകനായതുകൊണ്ടാണ് എന്നോടത് പറഞ്ഞത്. പക്ഷെ ഞാനും വിചാരിച്ചിട്ടും ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇണങ്ങി വന്നില്ല, അല്ലെങ്കിൽ എനിക്കതിന് സാധ്യമായില്ല. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒരു മാസം 1.5 മാസം മുമ്പ്, ഇപ്പോൾ വള്ളിക്കോട് ശ്രീരാമകൃഷ്ണ ആശ്രമം ബലൂർ മഠം ഏറ്റെടുത്തു. വള്ളിക്കോട് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമമാണ് വള്ളിക്കോട്. തിരുവല്ല ആശ്രമത്തിൻ്റെ സബ് സെൻ്ററായിട്ട് പ്രവർത്തിച്ച ഒരു സ്വതന്ത്ര സംഘമായിരുന്നു അത്. ഇപ്പോഴത് ബേലൂർ മഠം ഏറ്റെടുക്കുകയും സ്വാമി ആപ്തലോകാനന്ദ അവിടെ മഠാധിപതിയായിട്ട് വന്ന് ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് അവിടെ ഇതേപോലെ സത്സംഗത്തിന് ഞാൻ ചെന്നപ്പോൾ ഈ ശ്രീരാമകൃഷ്ണ ഗീതയെക്കുറിച്ച് ഞാൻ ആ സത്സംഗത്തിൽ സംസാരിച്ചു. ആ സംഭാഷണം ഞാൻ ആ സംസാരിച്ചത് കേട്ടിട്ട് സദസ്സിൽ നിന്ന് 80 വയസ്സ് പ്രായമായ ഒരു ഭക്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ ഗ്രന്ഥം പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് ഇന്ന് എന്ത് ചെലവ് വന്നാലും ഞാനത് ഏറ്റെടുത്തുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ
ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് ആപ്തലോകാൻ സ്വാമി ഏൽപ്പിച്ചു. പിന്നെ അതിൻ്റെ ഫലമായി ഇപ്പോൾ ശ്രീരാമകൃഷ്ണ ഗീത 3ാം എഡിഷൻ വള്ളിക്കോട് ആശ്രമത്തിൻ്റെ പേരിൽ ഇപ്പോൾ അത് വീണ്ടും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത മാസം ശ്രീരാമകൃഷ്ണ ഗീത വീണ്ടും പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ചരിത്രം കുന്നത്ത് ഇവിടെ വരാൻ കടത്തനാട് രായരോത്ത് കുന്നിയൂർ ഭവനത്തിൽ നിർമ്മലാനന്ദ സ്വാമി ചെന്ന ആ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആ സന്ദേശവുമായി ചെന്നതിൻ്റെ 1919 ആ സംഭവിച്ചതിൻ്റെ വലിയൊരു പ്രതിഫലനം പിന്നീട് നമ്മൾ വ്യക്തിപരമായി നമുക്കൂടെ സന്തോഷം, എനിക്കൂടെ സന്തോഷം തോന്നുന്ന ഒരു ഘടനയിലേക്ക് അന്നത്തെ ആ കൃതി 2024 പുനഃപ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം കൂടിയാണ് ആ സംഭവിക്കുന്നത് എന്നുള്ള ആ വലിയൊരു സന്തോഷത്തോടു കൂടി തൽക്കാലം ഈ സത്സംഗത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള താല്പര്യം ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നതിന് ഈ ചരിത്രമൊന്നും നമ്മൾ ഓർക്കണമെന്നില്ല. ഈ പറഞ്ഞ ഈ വർഷം അനുസരിച്ചുള്ള ഒരു ചരിത്രവും നമ്മൾ ഓർക്കണ്ട. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഘടനയിലൂടെ കടന്നു വന്നപ്പോൾ ആ മനുഷ്യർ ചെയ്ത സേവനങ്ങൾ, ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ആ സാധാരണ ഗൃഹസ്ഥാശ്രമികളായ ആ ഭക്തന്മാർ ഈ നമ്മുടെ നാട്ടിൽ ചെയ്ത സേവനങ്ങളുടെ ഒരു വലിയ ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു ഈ ചരിത്രം എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും അത് നമ്മൾ ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള സത്സംഗങ്ങളിലൂടെ നമ്മൾ ഇനിയും പരമാവധി പേരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുകൂടെ ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ വിട്ടുപോയത് പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് 1911 1915 ഇടയ്ക്ക് നടന്ന ഈ ചെറിയ സന്ദർഭത്തിൽ കേരളത്തിൽ സന്യാസികൾ രൂപപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ഘടന കൂടെ ഞാൻ പറയാം. 1923 ആദ്യമായിട്ട് കേരളത്തിൽ സന്യാസിമാരുണ്ടാകുന്നത്, പുതിയ സന്യാസിമാരുണ്ടാകുന്നത്. നിർമ്മലാനന്ദ സ്വാമി വന്നതിന് ശേഷം 1923 സന്യാസിമാരുണ്ടാകുന്നത്. ആ ഒറ്റ വർഷം കേരളത്തിൽ ഉണ്ടായ സന്യാസിമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 18 പേരാണ്. ഒറ്റ വർഷം കൊണ്ട് 18 പേരാണ് സന്യാസം സ്വീകരിച്ചത്. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടി. ഇന്നിപ്പോൾ എത്ര പേരാണ് നമുക്ക് ആ പാതയിലേക്ക് എത്ര പേർക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതും കൂടെ കാര്യമാണ്. അപ്പോൾ ഇതാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ കഥ നമ്മുടെ മുമ്പിലുള്ളത്. ഈ കഥ നമുക്കേവർക്കും ഭഗവാന്റെ പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ പറയാൻ കഴിഞ്ഞ ഈ സാഹചര്യത്തിന് 1000 നന്ദി കണ്ണൂരുള്ള ഈ സത്സംഗത്തിലെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ ഒരു ചെറിയൊരു സമയം മാത്രം കൊണ്ട് അങ്ങ് രാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെ ഉത്ഭവിച്ചു, അതിന്റെ പ്രയാണം എങ്ങനെയായിരുന്നു എന്നൊക്കെ അത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് നമ്മളെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് വലിയ വലിയ ആർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കുക, എത്രമാത്രം എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എത്രമാത്രം ആർട്ടിക്കിൾസ് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്ന രീതികളിൽ എത്തും എന്ന് ചിന്തിക്കുകയായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റുമാരുടെ തന്നെ കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു നല്ലൊരു ലിസ്റ്റാണ്. ഇപ്പൊ തലശ്ശേരിയിൽ ഇതുപോലെ ഒരു അഡ്വക്കേറ്റ്, തലശ്ശേരി ബാറിൽ പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റ് കണ്ണൻ നമ്പ്യാരാണ് നിർമ്മലാനന്ദ സ്വാമികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നുള്ള. ഞാൻ കുറച്ചു കാലം അതിന്റെ പിന്നാലെ നടന്നു. തലശ്ശേരി ബാറിലൊന്നും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. മദ്രാസ് ഹൈക്കോടതിയിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് പോകാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിന് അന്വേഷിച്ചു. അതുപോലെ അഡ്വക്കേറ്റുമാരുടെ എന്ന് പറയുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. എല്ലാവരും അഡ്വക്കേറ്റുമാര് ഇതില് റോള് വഹിച്ചിരുന്നു. അതുപോലെ മാഷന്മാർ, അധ്യാപകർക്ക് ഒരുപാട് റോൾ ഉണ്ടായിരുന്നു. രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ഇപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഒരു പരിചയം എന്നുള്ളതില് നമുക്ക് അതുപോലെ എനിക്കൊരു ശ്രദ്ധിക്കാം, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പം അന്ന് ഇവരൊക്കെ ഈ ചെറിയ ചെറിയ ലഘുലേഖകളാണ് അടിച്ച് വിതരണം ചെയ്തത്.
ഇന്നിപ്പോൾ കാലം മാറി. അപ്പോൾ ഇന്നിപ്പോൾ പുതിയ സമൂഹ മാധ്യമത്തിൻ്റെ രീതി മാറി. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും ബംഗാളിയിലാണെങ്കിലും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് ധാരാളം കണ്ടൻറ്റുകൾ അടങ്ങിയ യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ വളരെ വിരളമാണ്, കിട്ടുന്നതേയില്ല. ആകെയുള്ളത് വചനാമൃതത്തിൻ്റെ വായനയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്, അല്ലാതെ വളരെ ഗഹനമായിട്ട് കാണുന്നില്ല. അനീഷ് നാരായണ ഞാനത് കുറേ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഇതൊരു പുതിയ മീഡിയമാകുമ്പോൾ, ഇന്നത്തെ കാലത്തിൻ്റെ മീഡിയമാണ് ഈ യൂട്യൂബ്. അപ്പോൾ കഴിയുമെങ്കിൽ പരമാവധി ഇൻ്റർവ്യൂസ് കിട്ടുന്നതോ അല്ലെങ്കിൽ സ്ഥലങ്ങളെക്കുറിച്ച് ഈ മലബാർ മേഖലയിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം, അതിപ്പോൾ ഞാൻ അടുത്ത ഒരു സീരീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളെക്കുറിച്ച്, ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം വന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള കുറേ ഇത് ഇന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ മതി. നമുക്ക് വലിയ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ സാധാരണ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം, മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൃതികൾ, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റായി പ്രിൻ്റ് മീഡിയ എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു വലിയ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഒരു യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് വിഷ്വൽ വീഡിയോസും അല്ലെങ്കിൽ മറ്റ് വോയിസ് റെക്കോർഡ് ചെയ്തതും ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ശ്രമം കൂടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നുള്ളത്, അതിനൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഭാഗത്ത് താങ്കളെപ്പോലുള്ളവരെ ഉണ്ടെങ്കിൽ അത് കൂടെ ഭംഗിയായിട്ട് പരമാവധി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. മലയാളത്തിൽ വളരെ കുറവാണിപ്പോൾ, ഇല്ല, കിട്ടുന്നില്ല. സ്വാമികളുടെ കടത്തനാട് വരവിനെ പറ്റി അവസാനം സാർ സൂചിപ്പിച്ചിരുന്നു. വടകരയാണ് കടത്തനാട്. നേരത്തെ വടകര വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഈ കുന്നിയൂർ വന്നത്. അതെ ഫാമിലിയുടെ ആരൂഢം, കുട്ടണത്തിന്റെ ആരൂഢം കടത്തനാടാണ്. അതെ അതെ അതെ, ചെറുവത്തൂരാണ്. ചെറുവത്തൂർ. അതെ അതെ, ചെറുവത്തൂർ. അതെ അതെ, വന്നിട്ടുണ്ടാവുക ചെറുവത്തൂരാണോ എന്നൊരു സംശയം. ചെറുവത്തൂരാണ്. അപ്പൊ അത് കടത്തനാടല്ല, അത് നീലേശ്വരത്തിനടുത്താണ്. ഞാൻ ആ വീട്ടുപേര് പറഞ്ഞതുകൊണ്ടാണ് കടത്തനാടെന്ന് പറഞ്ഞത്. മറ്റേത് നീലേശ്വരം. പക്ഷെ അവര് എത്രയോ കാലങ്ങളായിട്ട് ചെറുവത്തൂരേക്ക് മാറിയതാണ്. അവര് കുടുംബങ്ങളൊക്കെ കടത്തനാട്ട് ഇപ്പോഴും ഉണ്ട്. അതെ അതെ അതെ, പല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന കുറുപ്പ് സാറ്. അതെ 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 അതെ, അദ്ദേഹം ഞാൻ ഈ എഴുതുന്ന പുസ്തകത്തിൽ അവതാരിക അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവതാരിക എടുത്തിട്ടുണ്ട് നേരത്തെ ഉള്ളത്. അതെ അതെ അതെ, അങ്ങനെ. എന്തായാലും വളരെ നന്ദി സാർ. ശരിക്ക് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഒരു റിസർവേഷൻ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനോ അല്ലെ അതിനുള്ള മനസ്സുള്ള ആളുകൾ, ഇപ്പൊ നമ്മൾ 5-6-7-8 പേരെങ്കിലും കയറിയെങ്കിലും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് കാര്യം നമ്മള് ഈ ചരിത്രം അറിയുന്നത് കൊണ്ടുള്ള ഗുണം വലിയൊരു ഫാക്ടറാണ്. രണ്ടാമതും അതേ ചരിത്രത്തിന്റെ എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത് രണ്ടാമത് നമ്മൾ ചെയ്യില്ല. ചരിത്രം അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രാവബോധം ഇല്ല അടക്കം ഓർമ്മിപ്പിച്ചു തന്നു തന്നെയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടോ ഇതൊന്നും താല്പര്യമില്ല. ഇന്ന് പുതിയ കാണുന്ന ആരെങ്കിലും ഫാഷനബിൾ ആയിട്ട് സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ആചാര്യന്മാരെയൊക്കെ കിട്ടിയാൽ അത് മതി, സാറ്റിസ്ഫൈഡ് ആണ്. ആ ലെവലിൽ പോകാനുള്ള ആൾക്കാർക്കാണ് ഇപ്പൊ മാർക്കറ്റ് എന്ന് തോന്നുന്നു. വാക്കുകൾ നമ്മൾ ഇന്ന് ഓർക്കുന്നു. ആണോ ആധ്യാത്മികതയെ കാണുന്നത്, അവരിവിടെ വരും, ഇവിടെ വരാതെ അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും വളരെ നന്ദി സാർ. നമ്മുടെ സത്സംഗത്തിൽ, ശുഷ്കമായ സത്സംഗത്തിലാണെങ്കിലും സാർ നമ്മുടെ അടുത്ത് സാർ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ ചെയ്യാം. നമ്മളൊരു ചെറിയൊരു കഥ വായിക്കാറുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്യാം. അതിനകത്ത് എന്താ ബുദ്ധിമുട്ട്? കണ്ടിന്യൂ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. കടന്നു ചെയ്യാം. നമ്മൾ ഇന്നത്തെ കഥ 3 കൊള്ളക്കാർ എന്നുള്ള ഒരു കഥയാണ്. ഒരിക്കൽ ഒരു വഴിപോക്കൻ ഒരു കാട്ടിൽ